തണുപ്പൊക്കെ പോയെന്ന്. പക്ഷേ ഹല്ലേലൂയ, സ്തോത്രം, പ്രൈസ് ഗോഡ്. ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ലെറ്റ് എവരിത്തിങ് ദാറ്റ് ഹാസ് ബ്രെത്ത് പ്രൈസ് ദ ലോർഡ്. ആമേൻ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഈ നല്ല രാത്രിക്കായി കർത്താവിന് സ്തോത്രം ഞാൻ സ്തുതിക്കുന്നു. വൺസ് മോർ ഗോഡ് ഹസ് ഗിവൺ us an opportunity. ഒരു പ്രാവശ്യമുള്ള കർത്താവ് ഇങ്ങനെ ഒരു അവസരം നമ്മുടെ ജീവിതത്തിൽ ദൈവസന്നിധിയിൽ ഒരുമിച്ചായിരിക്കാൻ കർത്താവ് തന്നല്ലോ. ഇന്ന് രാവിലെ നമുക്ക് അല്പസമയം ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുവാനും ഹാലലൊക്കെ ദൈവം കർത്താവ് അവസരം ഒരുക്കി. ഈ രാത്രിയിലും വീണ്ടും കർത്താവിൻ്റെ പാദപീഠത്തിൽ ഒരുമിച്ചായിരിക്കുമ്പോൾ കർത്താവ് നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ഒരു കാര്യം വളരെ സന്തോഷമുണ്ട്. ഇന്ന് രാത്രിയിൽ നമ്മൾ ഒരുമിച്ച് ഇവിടെ ആയിരിക്കുന്നതിൽ. എവിടെല്ലാം പോയി എത്ര നൂറ് കണക്കിനുള്ള ക്രൗഡാണെന്ന് പറഞ്ഞാലും നമ്മുടെ വീട്ടിൽ വരുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം വേറെയാണ്. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. കഴിഞ്ഞ നാളുകളിൽ, കഴിഞ്ഞ ദിവസങ്ങൾ, കഴിഞ്ഞ ആഴ്ചകളൊക്കെ യാത്രയിലായിരുന്നപ്പോഴൊക്കെ ദൈവത്തിൻ്റെ സഹായം കൂടെ ഉണ്ടായിരുന്നു. നിങ്ങളുടെ പ്രാർത്ഥന വളരെ അനുഗ്രഹമായിരുന്നു. വളരെ നിങ്ങൾക്കറിയാം തിരക്കേറിയ ഒരു യാത്ര ആയിരുന്നെങ്കിലും ദൈവത്തിൻ്റെ സഹായം കൂടെ ഇരുന്നു. പിന്നെ പത്തനാപുരം ഒക്കെ എന്താണെന്ന് കാണാനും ദൈവം അവസരം ഒരുക്കി. ദൈവത്തിന് എല്ലാത്തിനും നന്ദി പറയുന്നു. സ്തോത്രം. നമ്മുടെ ശ്രദ്ധയെ ദൈവജനത്തിലേക്ക് കൊണ്ടുവരാം. ഈ രാത്രിയിൽ അല്പസമയം ചില ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നു. വളരെ ഫണ്ടമെൻ്റലായിട്ടുള്ള ചില അടിസ്ഥാനപരമായിട്ടുള്ള വിഷയങ്ങളാണ്. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം അതിൻ്റെ 42 മുതൽ 47 വരെയുള്ള വാക്യങ്ങൾ മലയാളത്തിൽ മൈക്കെടുത്ത് വായിക്കണം. അത് കഴിഞ്ഞ് നമുക്ക് ഹല്ലേലൂയ ചില ചിന്തകൾ ധ്യാനിക്കാം. കർത്താവ് സഹായിക്കട്ടെ. ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 2 verses 42 to 47. I want all the kids, don't roam around here and there. You have come to the presence of the Lord. So open up your Bibles. If you don't have a Bible, go to the back and grab a Bible. But I would like everybody to pay attention to the Word of God. വായിച്ചാട്ടെ. അപ്പോസ്തല പ്രവൃത്തി 2:42 മുതലുള്ള വാക്യങ്ങൾ. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. എല്ലാവർക്കും ഭയമായി. അപ്പോസ്തലന്മാരാൽ ഏറിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. വിശ്വസിച്ചവർ എല്ലാവരും ഒരുമിച്ചിരുന്നു. സകലവും പുതുവക എണ്ണുകയും ജന്മഭൂമികളും വസ്തുക്കളും വിറ്റ് അവനവൻ ആവശ്യമുള്ളതുപോലെ എല്ലാവർക്കും പങ്കിടുകയും ഒരുമനപ്പെട്ട് ദിനംപ്രതി ദൈവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും പൂണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിൻ്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. They devoted themselves to the apostles' teaching, to the fellowship, to the breaking of bread and to prayer. And just come back to verse 47 says, praising God and enjoying the favor of all the people. Every day the Lord added to the number those who were being saved. നമ്മൾ ഈ വർഷം ആരംഭിച്ച മുതൽ ശനിയാഴ്ച പ്രാർത്ഥനകളിൽ ഞാൻ വചനം ശുശ്രൂഷിക്കുമ്പോഴൊക്കെ വെളിപ്പാട് പുസ്തകത്തിൽ നിന്നാണ് സംസാരിക്കുന്നത്. പല മെസ്സേജുകൾ അതിനകത്തുനിന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ ഇന്ന് ഞാൻ തിരിച്ച് 2-ാം അധ്യായത്തിലേക്ക് കടന്നു വരുന്നത്, ഞാനിങ്ങനെ ധ്യാനിക്കുകയൊക്കെ ചെയ്തപ്പോൾ എൻ്റെ മനസ്സിൽ വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ചില കാര്യങ്ങൾ ദൈവസഭയെയും ദൈവജനത്തെ ഓർമ്മിപ്പിക്കണമെന്നുള്ള ഒരു താല്പര്യം എൻ്റെ അകത്ത് പിന്നെയും ദൈവാത്മാവ് തന്നതുകൊണ്ടാണ് അങ്ങോട്ട് തിരിച്ചു വന്നത്. നമുക്കറിയാം, നമ്മൾ ജീവിക്കുന്ന ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്തൊരു കാലഘട്ടമാണ്. വല്ലാത്തൊരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ പല മേഖലകളിൽ ഇനി ന്യൂസിൻ്റെ അവൈലബിലിറ്റി വർദ്ധിച്ചത് കൊണ്ടാണോ എന്താണെന്നറിയത്തില്ല, നമുക്കറിയാം വളരെ ചിന്തിക്കാൻ പോലും കഴിയാത്ത വാർത്തകൾ ദിനംതോറും നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യർ സ്വസ്നേഹികളും ഇന്ന് രാവിലെ നമ്മൾ വായിച്ചതുപോലെ അന്ത്യനാളിൽ ദുർഘട സമയങ്ങൾ കടന്നു വരുന്നു. ഹാർഡ് ടൈംസ് ആർ കമ്മിങ് എന്നാണ് ബൈബിൾ പറയുന്നത്. അങ്ങനെ ഇരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം, 1-ാം നൂറ്റാണ്ടിലെ സഭ മുതൽ ഇന്ന് വരെയും ജനത്തിൻ്റെ ഉള്ളിൽ വളരെ ആവേശമുളവാക്കുന്ന ഒരു വിഷയമാണ് നമ്മുടെ കർത്താവിൻ്റെ മടങ്ങിവരവ്, യേശു കർത്താവിൻ്റെ മടങ്ങിവരവ്. യേശു കർത്താവ് ഈ ഭൂമിയിൽ കടന്നു വന്നു. കാൽവറി ക്രൂശിൽ മാനവജാതിയുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി താൻ ക്രൂശിൽ മരിച്ചു. എന്നാൽ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ യേശു സ്വർഗാരോഹണം ചെയ്ത് പിതാവിൻ്റെ വലതുഭാഗത്ത് പോയി. അപ്പോൾ തന്നെ അവൻ വേഗം പോയതുപോലെ വേഗം വരുന്നു എന്നുള്ള ആ പ്രത്യാശയുടെ വാക്കുകൾ, വചനങ്ങൾ, ആ പ്രത്യാശയാണ് ദൈവജനത്തെ കാലാകാലങ്ങളായി കാലഘട്ടങ്ങളിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിർത്തിയത്. The hope which we have is that Jesus Christ is going to come back very
സൂൺ. 1-ാം നൂറ്റാണ്ടിലെ സഭ അത് തന്നെയാണ് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് രാത്രിയിലും പലപ്പോഴും നമ്മുടെ ഉള്ളിൽ ഈ ചിന്ത മാറിപ്പോയാൽ ഏത് ചിന്ത കയറും? ലോകത്തെപ്പറ്റിയുള്ള ചിന്ത നമ്മുടെ അകത്ത് കയറി വരും. When the thought about an eternity with Jesus diminishes in our life, we will have lot of thoughts about doing something in this world. അങ്ങനെയാണ് അതിൻ്റെ രീതി എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം അതിൻ്റെ ചില വാക്യങ്ങൾ, യേശു കർത്താവിൻ്റെ സ്വർഗാരോഹണത്തിൻ്റെ സമയത്ത് അവിടെ ദൂതന്മാർ വന്ന് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. നമുക്കറിയാമല്ലോ ആ വാക്യങ്ങൾ. 11-ാം വാക്യം ഒന്ന് വായിച്ചേ. 1 chapter 1 verses 11, it says, Men of Galilee, why do you stand looking up into heaven? The same Jesus who had been taken from you into heaven will come in the same way that you have seen him going into heaven. വായിച്ചാട്ട് ആ വാക്യങ്ങൾ. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശു സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ, നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞു. അവൻ വീണ്ടും വരും. അപ്പോൾ ആദ്യ നൂറ്റാണ്ടിലെ സഭ, അല്ലെങ്കിൽ 1-ാം നൂറ്റാണ്ടിലെ സഭ മുതൽ അവരുടെ പ്രത്യാശയാണ് യേശു പോയതുപോലെ എന്ത് ചെയ്യും? മടങ്ങി വരും. പക്ഷേ ചിലർ നിனைക്കുന്ന പോലെ കർത്താവിൻ്റെ വരവ്, ചിലർ ചോദിക്കാറുണ്ട്, കർത്താവ് ഇത്രയും നിങ്ങൾ 2000 വർഷമായിട്ട് പ്രസംഗിച്ചിട്ട് ഇതുവരെയും കർത്താവ് വന്നില്ല. പക്ഷേ ബൈബിളിൽ പല അടയാളങ്ങളും പല കാര്യങ്ങളും കർത്താവിൻ്റെ വരവിനെ പറ്റി പറഞ്ഞു. അത് വളരെ അടുത്ത് ഇരിക്കുകയാണെന്നുള്ള കാര്യം നമുക്കറിയാം. രാജ്യങ്ങളോട് എതിർക്കുന്നു, പലവിധമായ യുദ്ധങ്ങളും ക്ഷാമങ്ങളും ഒക്കെ നടക്കുന്നു. ഒത്തിരി പ്രതിസന്ധികൾ ഇന്ന് ലോകം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴാണ് വേൾഡ് വാർ സ്റ്റാർട്ട് ചെയ്യുന്ന അറിയത്തില്ല. ഒരു അതിസമയം വേണ്ട അല്ലേ? ഒരു ചെറിയ കാര്യം മതി. കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിയാൽ കംപ്ലീറ്റ് കാര്യങ്ങൾ എന്ത് ചെയ്യും? തെറ്റും. അതുപോലെ തന്നെ മനുഷ്യർ വളരെ മനസാക്ഷി ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഒത്തിരി സംഭവങ്ങൾ അങ്ങനെ ലോകത്ത് നമ്മൾ സംഭവിക്കുന്നു. അപ്പോൾ തന്നെ ലോകത്തിൻ്റെ എല്ലാ കാര്യങ്ങളും എവറിത്തിങ് ഈസ് ഗെറ്റിംഗ് റെഡി. നേരത്തെ നമുക്കറിയാം, എല്ലാ ലോകത്തിലുള്ള സകലരെയും ഒരു ഗവൺമെൻറ് അല്ലെങ്കിൽ ഒരു റൂളിൻ്റെ അണ്ടർ കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞാൽ വാട്ട് ഈസ് ഇമ്പോസിബിൾ. പക്ഷേ സ്ലോലി വി ഹാവ് റിയലൈസ് ദാറ്റ് തിങ്സ് ആർ പോസിബിൾ. അതൊക്കെ പോസിബിളാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന ഒരു വാർത്ത പലരെ ഞെട്ടിപ്പിച്ച്. ഇന്ത്യയിലൊക്കെ പലരും വളരെ പേടിച്ചിരിക്കുകയാണ്. കാരണം ഈ കോവിഡിൻ്റെ സമയത്ത് വന്ന എന്തുവാ, ഇനി ഞാൻ പേര് ഞാൻ പറയുന്നില്ല, ഇനി ആരെങ്കിലും എടുത്തിട്ടുണ്ടോ നിങ്ങൾക്ക് ഇന്നിപ്പോൾ ഒരു ആങ്സൈറ്റി ഉണ്ടാകണ്ട. ഏതോ ഒരു വാക്സിൻ എടുത്തത് അതിൻ്റെ സൈഡ് എഫക്റ്റ് കാരണം ബ്ലഡ് ക്ലോട്ട് ഉണ്ടായിട്ട് ഹാർട്ട് അറ്റാക്കും പിന്നെ ബ്രെയിൻ ഇതൊക്കെ ഉണ്ടാകുന്നെന്നൊക്കെ പറഞ്ഞത് UK കമ്പനി അത് അംഗീകരിച്ചതായിട്ട് വന്നപ്പോൾ പലരും അതിനെപ്പറ്റി വളരെ ഭയഭീതിയോടെ, കാരണം അങ്ങനെ പലരും ഇപ്പോൾ ചിന്തിക്കുകയാണ് പലർക്കും സംഭവിച്ചതൊക്കെ അങ്ങനെയാണെന്നുള്ള ഒരു ചിന്ത വന്ന് വല്ലാത്തൊരു സിറ്റുവേഷനിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുക. പക്ഷേ അതിൻ്റെ അകത്ത് നമുക്കൊരു കാര്യം അറിയാം, ആ സമയത്തുണ്ടായ ഒരു അവസ്ഥ എന്തായിരുന്നെന്ന്. ഇനി എടുത്തില്ലെങ്കിൽ ജോലി പോകും, എടുത്തില്ലെങ്കിൽ പലവിധമായ വിഷയങ്ങൾ വരും. അപ്പോൾ അതൊരു സാമ്പിൾ ആയിട്ട് ലോകത്തിൽ പ്രസൻറ്റ് ചെയ്തൊരു കാര്യമായിരുന്നു. എന്നാൽ നമുക്കറിയാം, പെട്ടെന്ന് നമ്മുടെ ചിന്തയെ വെളിപ്പാട് പുസ്തകം 13, ഞാൻ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഒന്ന് ഓർമ്മിപ്പിക്കാം, കാരണം ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഓർക്കുന്നത് നല്ലതാണ്. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ when we come to the book of Revelation chapter 13 verses 16 onwards, 16-ാം വാക്യം മുതൽ ഒന്ന് വായിച്ചാട്ടെ. അത് ചെറിയവരും വലിയവരും സമ്പന്നന്മാരും ദരിദ്രന്മാരും സ്വതന്ത്രന്മാരും ദാസന്മാരുമായ എല്ലാവർക്കും വലങ്കൈമേലോ നെറ്റിമേലോ മുദ്ര കിട്ടുമോ? വലങ്കൈയിലോ നെറ്റിമേലോ മുദ്ര കിട്ടും. മൃഗത്തിന്റെ പേരിന്റെ സംഖ്യയോ ആയ മുദ്ര ഉള്ളവനല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാൻ വഹിയാതെയാകുന്നു. അപ്പം വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യാൻ കഴിയില്ല. എന്തോ മുദ്ര? അത് അന്തിക്രിസ്തുവിന്റെ മുദ്ര. It says and it makes everyone small or great, rich or poor, free or slave, to receive a mark on his right hand or on his forehead, so that no one can buy or sell unless he has the mark, the beast's name, or the name of number of its name. അപ്പോൾ ഇത് കുറച്ച് നാൾ മുമ്പ് വരെ ഇതൊക്കെ പറയാമെങ്കിൽ എല്ലാവരെയും പിടിച്ച് മാർക്ക് ചെയ്യാന്ന് പറയുന്നത് ഈസി. അപ്പോൾ നമ്മൾ ഓർത്ത് ദൈവമക്കളാണെന്ന് നമുക്കൊക്കെ വളരെ ഈസി ആയിട്ട് എസ്കേപ്പ് ചെയ്യാം. കർത്താവ് വരുമ്പോൾ ഇവിടെ ഉണ്ടെങ്കിൽ, വന്നിട്ട് കഴിഞ്ഞിട്ട് ശേഷം അന്തിക്രിസ്തുവിൻ്റെ വാഴ്ചകാലത്ത് നമുക്കത് ചെയ്യാമെന്നൊക്കെ ഉള്ളൊരു ചിന്ത. പക്ഷേ കോവിഡ് കാലത്ത് നമ്മളൊരു കാര്യം പഠിപ്പിച്ചെന്താണെന്ന് ചോദിച്ചാൽ, ഈവൻ നമുക്കറിയാം ട്രാവൽ ചെയ്യണമെങ്കിൽ തന്നെ വാക്സിൻ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ എന്തെല്ലാം ബുദ്ധിമുട്ടുകളായിരുന്നു. ചിലയിടത്ത് കയറ്റത്തില്ലായിരുന്നു. റെസ്റ്റോറൻറ്റിൽ കയറണമെങ്കിൽ, ഓർമ്മയുണ്ടോ? അധികം സമയം ആയില്ലല്ലോ. റെസ്റ്റോറൻറ്റിൽ കയറണമെങ്കിൽ എന്ത് കാണിക്കണമായിരുന്നു? ചിലയിടങ്ങളിൽ ന്യൂയോർക്കിലൊക്കെ റെസ്റ്റോറൻറ്റിൽ കയറണമെങ്കിൽ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ രീതിയിൽ നമ്മളതൊക്കെ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ
കണ്ടു. അങ്ങനെ ആണെങ്കിൽ വരുവാനിരിക്കുന്ന അന്തിക്രിസ്തുവിൻ്റെ രംഗപ്രവേശനം നടക്കുമ്പോൾ ഭൂമിയെ മുഴുവൻ തന്നെ കൺട്രോൾ ചെയ്യുവാനും, ഇപ്പം തന്നെ നമുക്കറിയാം എല്ലാം ഒരു നമ്പറിൽ, ഇന്ത്യയിലാണെങ്കിലും നേരത്തെ അമേരിക്കക്കാരുടെ ആയിരുന്നു പ്രശ്നം, സോഷ്യൽ സെക്യൂരിറ്റി ഉണ്ടെന്നും പറഞ്ഞു. ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിലും എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. ഇനി ഇന്ത്യയെങ്കിലും പോകണ്ട, കോഴ്സും വേണ്ട, നമ്മുടെ പ്രൊഫൈലിംഗ് നടക്കുന്നുണ്ട്. ഒരു ഈസിയായിട്ട് എത്രയോ കമ്പനികളുടെ നമ്മുടെ പ്രൊഫൈൽസ് ഉള്ളത്. $2 കൊടുക്കാമെങ്കിൽ നിങ്ങളുടെ ജന്മപത്രി മുഴുവൻ കിട്ടും അല്ലേ? ഒരു $2 $1 സംതിങ് കൊടുത്താൽ മതി. ഒരാളുടെ പേര്, ഫാമിലി ഡീറ്റെയിൽസ്, ഡേറ്റ് ഓഫ് ബർത്ത്, ഫോൺ നമ്പർ, എല്ലാ ഡീറ്റെയിൽസും, എവിടെയൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്, എവിടെയൊക്കെ താമസിച്ചിട്ടുണ്ട്, കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇന്ന് തന്നെ സോഷ്യൽ പ്രൊഫൈലിംഗ് കൂടെ അവൈലബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ എല്ലാം ഒരു കാര്യം നമ്മളെ വിളിച്ചു പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞതൊക്കെ എന്തു ചെയ്യാൻ പോകുന്നു? നടന്നുകൊണ്ടിരിക്കുന്നു, ഇനിയും നിവൃത്തിയാവും. അപ്പോൾ പറഞ്ഞത് ഈ മാർക്ക് ലഭിക്കാത്ത, മുദ്ര കിട്ടാത്ത ആർക്കും എന്തു ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് പറഞ്ഞേ? ബൈയും സെല്ലും ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അത്രയൊന്നും ബുദ്ധിമുട്ട് വന്നില്ല. എത്ര പേർക്ക് ഈ അക്കൗണ്ട് ഉണ്ട്? അപ്പോൾ അതിൻ്റെ അകത്ത് പറയാറുണ്ട്, എനിക്ക് കിട്ടാറുണ്ട്. ഇന്ത്യയിലെ ഒരു അക്കൗണ്ടിനെ പറ്റി പറയുന്നുണ്ട്, ആധാറോ എന്തോ ഒരു സംഭവം, ഏതാണ്ടൊരു സാധനം ഇല്ലെങ്കിൽ പാൻ കാർഡിൽ നിന്നും ആധാറോ എന്തോന്ന് അറിയത്തില്ല, ഞാൻ ശ്രദ്ധിച്ചില്ല അതിനെപ്പറ്റി. അത് എടുത്തില്ലെങ്കിൽ അക്കൗണ്ട് എന്ത് ചെയ്യുമെന്ന് പറയുന്നത്, എന്തു ചെയ്യും? ബ്ലോക്ക് ചെയ്ത് കളയും. അപ്പോൾ കാലം അങ്ങോട്ട് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നാൾ മുമ്പ് ഒരു സ്ഥലത്ത് പോയപ്പോൾ അവിടെ ക്യാഷ് എടുക്കത്തില്ല. ഓൺലി ഡിജിറ്റൽ ട്രാൻസാക്ഷൻ ഈസ് അലൗഡ്. ക്യാഷ് എടുക്കത്തില്ല. ക്യാഷ് എടുത്താൽ മേടിക്കാനൊക്കത്തില്ല, ഒരു സാധനം മേടിക്കാനൊക്കത്തില്ല. നമ്മൾ ക്യാഷ് ഇനി $1 കൊടുത്തെന്ന് പറഞ്ഞാൽ അവിടുത്തെ ലോക്കൽ ഓൺലി ക്യാഷ് ട്രാൻസാക്ഷൻ നോട്ട് അലൗഡ്. ഇവിടെ തന്നെ എത്രയോ സ്ഥലങ്ങളിലുണ്ട് ക്യാഷ് ട്രാൻസാക്ഷൻ നടക്കാത്ത സ്ഥലങ്ങൾ. യു ഓൾ നോ ദാറ്റ്, റൈറ്റ്? അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതെല്ലാം ഒരുങ്ങുന്നത് എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ കർത്താവിൻ്റെ വരവിങ്കിൽ സംഭവിക്കാനുള്ള കാര്യത്തിന് വേണ്ടി ലോകം അത് ഒരുങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഈ നമ്മൾ പാടുന്നത് പോലെ, കാലമേറെ ഇല്ലല്ലോ കാഹളം നാം കേൾക്കുവാൻ, കാന്തൻ വരാറായി നാമും പോകാറായി. അതുകൊണ്ട് നമ്മൾ എന്തു ചെയ്യണം? ഇനി ഉറങ്ങാനുള്ള സമയം അല്ല. റോമാലേഖനത്തിൽ പറയുന്ന പോലെ, സ്ലംബർ ഇറ്റ്സ് നോട്ട് ദ ടൈം ടു സ്ലീപ്പ്, ഇറ്റ്സ് ടൈം ടു വേക്ക് അപ്പ്. നമ്മൾ വിശ്വസിച്ചതിനേക്കാൾ നമ്മുടെ രക്ഷ എന്ത് ചെയ്തിരിക്കുന്നു? അടുത്ത്, അവർ സാൽവേഷൻ ഈസ് നിയറർ ദാൻ വെൻ വി ഫസ്റ്റ് ബിലീവ്ഡ്. നമ്മൾ സാധാരണ ഒരു പാട്ട് പാടാറുണ്ട്, ഇന്നലേക്കാൾ ഇന്നും ഞാൻ പ്രിയൻ നാടിനോട്. ഇനി ഞാൻ പേടിപ്പിക്കുന്ന ഒരു പാട്ട് പാടാൻ പോവുകയാണ്. രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉറങ്ങുന്നു, അപ്പോഴും എൻ്റെ രഥത്തിൻ ചക്രം മുമ്പോട്ട് ഓടുന്നു. ഈ പാട്ട് പാടുമ്പോൾ, ഈ പാട്ടിനെ പറ്റി വലിയ പേടിയുള്ളവരൊന്നും ഇപ്പോൾ ഇവിടെ ഇല്ല. അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും പേടിയുണ്ട് എന്നോട് ക്ഷമിക്കണം. ഹല്ലേലൂയ. സത്യം പറയാം, നിങ്ങളുടെ ആയുസ്സിൽ നിന്ന് നിങ്ങൾ ഈ മീറ്റിങ്ങിന് വന്നു കഴിഞ്ഞാൽ പിന്നെ 1 മണിക്കൂറും 12 മിനിറ്റോളം നിങ്ങളുടെ ആയുസ്സിൻ്റെ അത് തീർന്നു കഴിഞ്ഞിരിക്കുക. പ്രൈസ് ഗാഡ്. ഒത്തിരി ദിവസമൊന്നുമില്ല അല്ലേ? പണ്ട് കാൽക്കുലേഷനൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇനി ഒരു 10 വർഷം കൂടെ ജീവിക്കുമെങ്കിൽ പോലും എത്ര ദിവസമുണ്ട്? 10 വർഷം ജീവിക്കുന്നവർക്ക് എത്ര ദിവസം കൂടെ ബാക്കിയുണ്ട്? 3600 സംതിങ്, റൈറ്റ്? അപ്പം 20 വർഷം ജീവിക്കാൻ പോകുന്നവർക്കോ ഇനി 30 വർഷം ബാക്കിയുണ്ടെങ്കിലോ 10,000 till സംതിങ്, റൈറ്റ്? റഫ് എൻ്റെ കാൽക്കുലേഷൻ ഉണ്ട്, പലപ്പോഴും ഞാൻ ഓർമ്മിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, നമ്മൾ ചിന്തിക്കുന്ന അത്രയും ഒരു അൺലിമിറ്റഡ് ലൈഫ് അല്ല നമ്മുടെ ഈ ഭൂമിയിലെ. ദ ലൈഫ് ഈസ് നോട്ട് അൺലിമിറ്റഡ്. സോ നൗ ദ ക്വസ്റ്റ്യൻ ഈസ്, ജീസസ് ഈസ് ഗോയിങ് ടു കം ബാക്ക്. യേശു കർത്താവ് മടങ്ങി വരുന്നു, നമ്മൾ അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കുന്നു. പക്ഷേ ഒരു കാര്യം എപ്പോഴും ചിന്തിക്കണം, നമുക്കൊരു എതിരാളിയുണ്ട്. ആ എതിരാളിയുടെ അജണ്ട എന്താണ്? വാട്ട് ഈസ് ഹിസ് അജണ്ട? വാട്ട് ഈസ് അജണ്ട ഓഫ് ദ എനിമി? പിശാചിൻ്റെ അജണ്ട എന്താണ്? നമ്മൾ ഉറങ്ങി, വിശ്വാസത്തിൽ ഇങ്ങനെ ഉറങ്ങിയിരിക്കുക എന്ന് പറഞ്ഞാൽ അവന് ഭയങ്കര ഇഷ്ടമാണ്. ബിക്കോസ് നമ്മൾ ഉറങ്ങിപ്പോയാൽ, തമിഴിലൊരു പാട്ടുണ്ട്, അത് നമ്മളൊരു പാരബിളിൽ നിന്ന് വരുന്നതാണ്, നാം തൂങ്ങിയാൽ എതിരി കളവിതപ്പ, അല്ലേ? കാരണം നാം ഉറങ്ങിപ്പോയാൽ ശത്രു വന്ന് എന്ത് ചെയ്യും? കളവിതയ്ക്കും. അതുകൊണ്ട് ഈ നാളുകളിൽ അധികം ജാഗരിക്കേണ്ടത് ആവശ്യമാണ്, പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. പക്ഷേ ഏതൊരു കാലഘട്ടത്തേക്കാൾ ഉപരിയായിട്ട് ഇന്ന് പ്രാർത്ഥിക്കുവാൻ ജനത്തിന് മടിയുള്ള ഒരു കാലഘട്ടം കൂടാണിത്. പ്രാർത്ഥിക്കാൻ ഭയങ്കര മടിയാണ്, വേറെ എല്ലാ കാര്യത്തിനേക്കാളും ഏറ്റവും മടി. നിങ്ങളെ തന്നെ ഒന്ന് ശോധന ചെയ്ത് നോക്കിക്കേ, അല്ലേ? ചലഞ്ചല്ലേ, റൈറ്റ്? ഞാൻ പലപ്പോഴും പല വേദികളിൽ പറയുന്നൊരു കാര്യമുണ്ട്,
ഹല്ലേലൂയ. നേരെ ചൊവ്വേ കർത്താവിന് വേണ്ടി നടക്കാൻ നന്നായിട്ട് എന്ത് ചെയ്തേ പറ്റത്തുള്ളൂ? വി ഹാവ് ടു ഫൈറ്റ്. അതേസമയം ഉഴപ്പാൻ ഫൈറ്റ് ചെയ്യണോ? ഉഴപ്പാൻ ആരെങ്കിലും ഫൈറ്റ് ചെയ്യണോ? ഞാൻ ചോദിക്കട്ടെ, ദർ ഈസ് എ പുൾ, ദർ ഈസ് എ പ്രഷർ ഓൾവേസ്. ഒരു പ്രഷറുണ്ട്. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? നമ്മളെ പിന്നോട്ട് വലിക്കാൻ, അല്ലേ? ഇന്ന് വൈകിട്ട് നിങ്ങളെല്ലാവരും നല്ല ആൾക്കാരാണ്. ഇന്ന് രാത്രി നിങ്ങൾ ഈ പ്രാർത്ഥനയ്ക്ക് കടന്നു വന്നു. ദൈവം നിങ്ങളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഞാൻ വീണ്ടും പറയുന്നു, ഒരു നാളിൽ ദൈവം പ്രൂവ് ചെയ്യും നിങ്ങളുടെ ഈ സമർപ്പണത്തിൻ്റെ എന്തായിരുന്നു റിസൾട്ട് എന്ന്. അതുകൊണ്ട് ഒരിക്കലും നിരാശപ്പെട്ടു പോലെ. പക്ഷെ എന്നിട്ട് ഞാൻ പറയട്ടെ, എന്നാലും ഒരു ചെറിയ പുള്ള് വരത്തില്ലേ? എവിടെയോ ഒരു പുള്ള് വരത്തില്ലേ? എന്താണ്? ഇന്ന് പ്രാർത്ഥനയ്ക്ക് പോകണോ, അല്ലെങ്കിൽ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു ചെറിയൊരു പുള്ള് എവിടെയൊക്കെയോ വരും. അതേസമയം ഉഴപ്പാൻ പുള്ള് വേണോ? ഉഴപ്പി നടക്കുന്നവരോടൊക്കെ പോയി ചോദിച്ചാൽ എന്തെങ്കിലും പുള്ളുണ്ടോ എന്ന് വെച്ചാൽ അവർ ഒരു പുള്ളുമില്ല. കാരണം അങ്ങനെയാണ് ഇതിൻ്റെ വ്യവസ്ഥ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്ന് രാത്രി നിങ്ങളോട് ചുരുക്ക സമയത്തിനുള്ളിൽ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, 1-ാം നൂറ്റാണ്ടിലെ സഭയിലെ പ്രലവൻ്റ് ആയിരുന്ന 4 എസെൻഷ്യൽ എലിമെൻറ്റ്സ്, 4 കാര്യങ്ങൾ അത് നമ്മുടെ ജീവിതത്തിൽ വേണം. അത് വളരെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം, അറിയാത്ത കാര്യമൊന്നുമല്ല, പുതിയ കാര്യമൊന്നുമല്ല ഞാൻ പറയാൻ പോകുന്നത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് പറയുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യണം. ഈ വചന ശുശ്രൂഷ എന്തിനാണ് നടക്കുന്നതെന്ന് ചോദിച്ചാൽ, പ്രസംഗം നല്ലതാണോ അല്ലയോ എന്നുള്ളതിനെ മാർക്കിട്ടിട്ട് പോകാനോ, അല്ലെങ്കിൽ നമ്മൾ ശനിയാഴ്ചയാണ് പ്രാർത്ഥന നടത്തണം, അതുകൊണ്ട് ഇനി ചർച്ചിൽ വരുമ്പോൾ ഒരു പ്രസംഗം വേണം എന്നുള്ള ഉദ്ദേശത്തിലല്ല. മറിച്ച് ദൈവത്തിൻ്റെ വചനം എന്ന കണ്ണാടിയിൽ നമ്മുടെ ജീവിതത്തെ ഒന്ന് ശോധന ചെയ്തിട്ട് എവിടെയെങ്കിലും നാം ഉണരേണ്ട ആവശ്യമുണ്ടെങ്കിൽ അവിടെ ഉണരുവാനും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഒന്ന് കടന്ന് സമർപ്പിക്കുവാനും ഇനി ഒരു ചെറിയ വ്യത്യാസമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ വന്നാൽ അവിടെ നമുക്ക് അനുഗ്രഹമാണ്. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ വരുമ്പോഴൊക്കെ ഒരു പ്രതീക്ഷ നമ്മുടെ അകത്ത് ഉണ്ടായിരിക്കണം. വായിച്ച വേദഭാഗം നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിൽ ഞാൻ പറഞ്ഞു, ദർ ആർ 10 ടൈപ്സ് ഓഫ് വിറ്റ്നസിങ്. ആദ്യമേ തുടങ്ങിയപ്പോഴേ ഞാൻ പറഞ്ഞത് 10 ടൈപ്സ് അല്ല, 10 വിറ്റ്നസിങ്സ് വി സീ. ആദ്യമേ ഫസ്റ്റ് വി സീ പ്രിപ്പറേഷൻ ഫോർ വിറ്റ്നസിങ്, ദെൻ വി സീ ദ വിറ്റ്നസിങ് ഇൻ ജെറുസലേം, ദെൻ വി സോ വിറ്റ്നസിങ് ബിയോണ്ട് ജെറുസലേം, ദെൻ വി സോ വിറ്റ്നസിങ് ഇൻ സൈപ്രസ് ആൻഡ് സദേൺ ഗലേഷ്യ. അവിടം വരെ എത്തിയില്ല. നമ്മൾ ആകെപ്പാടെ 3 വിഷയമേ ഇതുവരെ പറഞ്ഞിട്ടുള്ളൂ. ഹല്ലേലൂയ. 10 വിഷയങ്ങൾ അതിനകത്തുണ്ട്. അതിൽ ഒന്നാമത് നമ്മൾ കണ്ടു പ്രിപ്പറേഷൻ ഫോർ വിറ്റ്നസിങ് ഉണ്ടായിരുന്നു. അതായത് എന്താണ്? നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവോളം നിങ്ങൾ എന്ത് ചെയ്യണം? എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ when the Holy Spirit comes, you shall receive power and you will be a witness. നിങ്ങൾ എൻ്റെ സാക്ഷികളാകും. അടുത്തത് യെരുശലേമിലെ വിറ്റ്നസിങ്ങിനെ പറ്റി അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം അതിൻ്റെ 14 മുതൽ 5-42 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണാം. വിറ്റ്നസിങ് ഇൻ ജെറുസലേം ആൻഡ് വിറ്റ്നസിങ് ബിയോണ്ട് ജെറുസലേം ആണ്. 6-1 മുതൽ ഉള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ സ്തെഫാനോസിൽ സമയത്തുണ്ടായ പ്രതികൂലങ്ങളൊക്കെ വിറ്റ്നസിങ് ഗോസ് ബിയോണ്ട് ജെറുസലേം. നമുക്ക് കർത്താവ് സഹായിക്കുന്നുവെങ്കിൽ, കർത്താവിൻ്റെ വരവ് താമസമെങ്കിൽ, വി വിൽ ലുക്ക് അറ്റ് വിറ്റ്നസിങ് ഇൻ സൈപ്രസ് ആൻഡ് സദേൺ ഗലേഷ്യ ആൻഡ് ജെറുസലേം കൗൺസിൽ ആൻഡ് ഡിഫറെൻറ്റ് തിങ്സ് ഇൻ ദ ഫ്യൂച്ചർ. കർത്താവ് സമയം തരുന്നതനുസരിച്ച് ഇന്ന് രാത്രിയിൽ ജെറുസലേമിൽ ആരംഭിച്ച വിറ്റ്നസിങ്ങിൽ ഉളവായ ദൈവസഭയുടെ എസെൻഷ്യൽ എലിമെൻസിനെ പറ്റിയാണ് നിങ്ങളോട് ഞാൻ ഇന്ന് രാത്രി ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. സം എസെൻഷ്യൽ എലിമെൻറ്റ്സ്, ക്വാളിറ്റീസ് ഓഫ് ദ ലോക്കൽ ചർച്ച് ഇൻ ജെറുസലേം. അപ്പോൾ യെരുശലേമിലെ വിറ്റ്നസിങ്ങിൽ, സാക്ഷ്യത്തിൽ നമുക്കറിയാം, പെന്തക്കോസ്ത് നാളിൽ കാത്തിരുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ പത്രോസ് എഴുന്നേറ്റ് നിന്ന്, അല്ലെങ്കിൽ പത്രോസിൻ്റെ പ്രസംഗത്തിൽ 3000 പേര് എന്ത് ചെയ്തു? അന്ന് രാത്രിയിൽ, അല്ലെങ്കിൽ അന്ന് രാത്രിയല്ല, ആ ദിവസത്തിൽ എന്ത് ചെയ്തു? യേശുവിൻ്റെ സ്വീകരിച്ച് സ്നാനപ്പെട്ട് ദൈവകൃപയിൽ വന്നു. അവിടെ 41-ാം വാക്യം പറയുന്നത്, those who accepted the message, hallelujah, they were baptized and there were about 3,000 people. എത്ര പേരായിരുന്നു? 3000 പേര്. ഓക്കെ. അത് കഴിഞ്ഞിട്ടാണ് ദൈവത്തിൻ്റെ സഭയുടെ ഫംഗ്ഷനെ പറ്റി പറയുമ്പോൾ 4 കാര്യങ്ങളാണ് ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്. അത് 5 മിനിറ്റ് കൊണ്ട് തീർന്നാൽ 5 മിനിറ്റ് കഴിഞ്ഞ് പ്രാർത്ഥിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. ഇനി എന്ന് പറഞ്ഞാൽ നമുക്കതൊന്ന് ക്ലിയറായിട്ടൊന്ന് മനസ്സിലാക്കട്ടെ. പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ഒന്നാമത്തെ കാര്യം, 1-ാം നൂറ്റാണ്ടിലെ സഭയിൽ ഉണ്ടായിരുന്നതാണ് ലേണിംഗ്. പ്രൈസ് ഗോഡ്. അത് നിങ്ങൾ ചിലപ്പോൾ ആ വേർഡ് അങ്ങനെ കേട്ടിട്ടില്ലായിരിക്കും, ലേണിംഗ്. ഇവിടെ ഒന്നാമത്തെ പറയുന്നത്, they devoted themselves to the apostles' teaching. അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു. അവിടെ പറയുന്നത്, ഇംഗ്ലീഷിൽ പറയുന്നത്, they devoted themselves to the apostles' teaching, to fellowship. മുമ്പോട്ട് നമുക്ക് പോകാം. അപ്പോൾ ഒന്നാമത്തെ സംഭവം, ദർ ഈസ് എ എഡ്യൂക്കേഷണൽ ആസ്പെക്റ്റ്. അത് ആ വേർഡ് ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ ഇന്നത്തെ ആധുനിക വേർഡാണത് ഞാൻ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ടീച്ചിങ്,
ടീച്ചിങ് ആണ് കറക്റ്റ് വേർഡ്. പക്ഷേ ടീച്ചിങ് എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കുമ്പോൾ നമ്മൾ ടീച്ചറിൻ്റെ സൈഡിൽ നിന്ന് ചിന്തിച്ച് പോകാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് ലേണിംഗ് എക്സ്പീരിയൻസ്. ടീച്ചറിൻ്റെ സൈഡിൽ നിന്ന് മാത്രമല്ല, ഒരു ലേണറുടെ സൈഡിൽ നിന്ന് നാം എന്ത് ചെയ്യണം? അപ്പോൾ ഞാൻ ഈ സഭയുടെ അപ്പോസ്തലന്മാർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? അവർ പഠിപ്പിക്കുക. പക്ഷെ പഠിക്കുന്നത് ആരാണ്? സഭയിലുള്ള ദൈവമുള്ള. പക്ഷെ നമ്മുടെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പഠിച്ച് നിങ്ങളിൽ പലർക്കും PhD അല്ല, അതിനപ്പുറത്ത് തരേണ്ട സമയം കഴിഞ്ഞിരിക്കുക അല്ലേ? എന്ന് പറഞ്ഞാൽ നാളുകളായി നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? കേട്ടുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഞാൻ പബ്ലിക്കലി കഴിഞ്ഞ ദിവസം ഒരു മീറ്റിങ്ങിൽ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇതെല്ലാം കൂടെ കേട്ട് ഐ യൂസ്ഡ് എ വേർഡ് കോൾഡ് സ്പിരിച്വൽ ഒബീസിറ്റി. എന്താണ് സ്പിരിച്വൽ ഒബീസിറ്റി? അപ്പോൾ അതുപോലെ ഒരു കാലഘട്ടത്തിലേക്ക് നാം വന്നിരിക്കുക എന്ന് പറഞ്ഞാൽ. അപ്പം പക്ഷേ ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ 1-ാം നൂറ്റാണ്ടിലെ സഭ പഠിക്കുന്ന സമയത്ത് അവർ ഉദ്ദേശം എന്തായിരുന്നു? വാട്ട് വാസ് ദർ ഇൻറ്റൻഷൻ? അപ്പോൾ അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, അവർ അപ്പോസ്തലന്മാരുടെ പഠിപ്പിലുണ്ടായിരുന്നു. രണ്ടാമത്തെ കാര്യം, അതിൻ്റെ 46-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, അവരെത്ര പ്രാവശ്യം കൂടിയെന്നാണ് പറയുന്നത്? ആഴ്ചയിൽ എവറി ഡേ. ഒയ്യോ, എന്ത് എവറി ഡേ ദേ ഡിവോട്ടഡ് ദംസെൽവ്സ് ടു മീറ്റിംഗ് ടുഗദർ ഇൻ ദ ടെമ്പിൾ. ദേവാലയത്തിൽ എന്ത് ചെയ്തുമായിരുന്നു? അവരെല്ലാ ദിവസവും കൂടി വരുമായിരുന്നു. അപ്പം അവിടെ ഒരു സമയമുണ്ട്, ദേവാലയത്തിൽ പ്രാർത്ഥന നടക്കുന്ന സമയമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് 3-ാം അധ്യായത്തിൽ വരുമ്പോൾ 3 മണി നേരത്തെ പ്രാർത്ഥനയുടെ സമയമായപ്പോൾ പത്രോസും യോഹന്നാനും കൂടെ ദേവാലയത്തിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. സോ they devoted themselves to what? Meeting together. They devoted themselves to learn. They devoted themselves to understand the word of God. ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ മനസ്സിലാക്കുവാൻ അവരെന്ത് ചെയ്തു? സമയം വേർതിരിച്ചു. ഇന്നത്തെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, പ്രത്യേകിച്ച് ഈ കോവിഡിൻ്റെ കാലഘട്ടമൊക്കെ കഴിഞ്ഞപ്പോൾ, നമ്മുടെ വിഷയമല്ല, പൊതുവിലുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ഈ ആൾക്കാരുടെ പല ചർച്ചകളും ഒന്നുകിൽ ക്ലോസ് ആകുന്നു, മെർജ് ആകുന്നു. അതിൻ്റെ ഒരു റീസൺ ഇതാണ്, ഒത്തിരി പേര് ഈ ഓൺലൈൻ വേർഷനിലോട്ട് അങ്ങ് മാറിപ്പോയി. കാരണം ഓൺലൈൻ വേർഷനിൽ ഉള്ള ആ ഒരു കംഫോർട്ട്. കാരണം രാവിലെ എന്ത് ചെയ്യണ്ട? എണ്ണിക്കണ്ട. രാവിലെ എണ്ണിക്കണ്ട. ഉള്ളതുപോലെ എന്ത് ചെയ്യാൻ പറ്റും? ഒന്ന് ഓൺ ചെയ്ത് വെച്ചാൽ മതി. മൂന്നാമത്, അങ്ങനെ അസുഖങ്ങളോ പ്രയാസങ്ങളോ ഒക്കെ ഉള്ളവരുടെ കാര്യമല്ല ഞാനീ പറയുന്നത്, ഇൻ ജനറൽ റൈറ്റ്. എനിക്കറിയാവുന്ന ഒരു ചർച്ചുണ്ട്. ഞാൻ ആ ചർച്ചിൽ അവിടെയുള്ള ലീഡേഴ്സിനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, കോവിഡ് കഴിഞ്ഞ പിന്നെ 50% ആൾക്കാരെ ചർച്ച തിരിച്ചു വന്നിട്ടുള്ളൂ. 50% തിരിച്ചു വന്നിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്ത്, നമുക്ക് എൻ്റെ അറിവിൽ 100% കോവിഡ് കാരണം ഷട്ട് ഡൗൺ ചെയ്തിട്ട് കർത്താവ് 100% തിരിച്ച് കൊണ്ടുപോകുന്നു. അത് ഇപ്പോൾ നിങ്ങൾ ഓർക്കല്ലേ, അത് സായിപ്പന്മാർ ഇംഗ്ലീഷ് അല്ല, മലയാള ചർച്ചിൻ്റെ കാര്യം ഞാനീ പറഞ്ഞത്. മലയാള ചർച്ചിൻ്റെ കാര്യം പറഞ്ഞത് 50%, 60% വന്നുള്ളൂ. അതുകൊണ്ട് വലിയ സാങ്ച്വറിയിൽ പോയിരുന്നാൽ അതിനേക്കാളും ബെറ്ററാണ് നിങ്ങളുടെ മുമ്പ് നിൽക്കുന്നത്. കാരണം കുറച്ചേറെ ഇവിടെ എം ടി ഉള്ളൂ. എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഒരു മനുഷ്യർ ആ ഒരു കംഫോർട്ട് സോണിലേക്ക് പോയിരിക്കുക, കംഫോർട്ട് സോണിലേക്ക്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ചലഞ്ചസ് ഈ കാലഘട്ടത്തിൽ ഒത്തിരി ഉണ്ട്. എന്ന് പറഞ്ഞാൽ മനുഷ്യർ ദൈവത്തെ സേവിക്കുന്നത് കംഫോർട്ട് സോണിൽ നിന്നാണ്. ദൈവത്തെ ആരാധിക്കുന്ന വിഷയത്തിൽ, ദൈവത്തെ സ്തുതിക്കുന്ന വിഷയത്തിൽ എല്ലാം കംഫോർട്ടാണ്. നാളുകൾക്ക് മുമ്പേ അമേരിക്കയിൽ ഈ ശനിയാഴ്ച സർവീസ് തുടങ്ങിയായിരുന്നു, സൺഡേ വൈകിട്ട് തുടങ്ങിയായിരുന്നു. ശനിയാഴ്ച തുടങ്ങി, രാവിലെ ഗെയിം വന്നതുകൊണ്ട് സാറ്റർഡേ സർവീസ് തുടങ്ങിയായിരുന്നു. പിന്നെ ഈ വീക്കെൻഡിലൊക്കെ ആൾക്കാർ ക്യാബിനിലൊക്കെ പോകാൻ തുടങ്ങിയതിൽ സമ്മറിൽ വ്യാഴാഴ്ച ഒരു സർവീസും കൂടെ തുടങ്ങിയായിരുന്നു, വ്യാഴാഴ്ച വൈകിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യം, വ്യാഴാഴ്ച തൊട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെയെങ്കിലും ആൾക്കാർ വ്യാഴാഴ്ച വന്ന് ആരാധന സർവീസ് കൂടിയിട്ട് പിന്നെന്ത് ചെയ്യട്ടെ, അവർ പോകട്ടെ. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ ഈ വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ചയോ ശനിയാഴ്ചയോ ഒന്നും നടത്തേണ്ട ആവശ്യമില്ല. കാരണം ഇത് ഓൺലൈനിലുള്ളത് കൊണ്ട് അവർക്ക് തോന്നുമ്പം കയറി എന്ത് ചെയ്താൽ മതി, ഇതൊന്ന് കേട്ടാൽ മതി. കേട്ടാൽ സന്തോഷം, റൈറ്റ്? പക്ഷേ ഞാൻ പറയട്ടെ, ദൈവത്തിൻ്റെ മിസ്റ്ററി ആയിരിക്കുന്ന സഭ വെളിപ്പെടുത്തിയ ദൈവം തന്ന അതിൻ്റെ ഇൻറ്റൻഷനിൽ എത്തണമെങ്കിൽ, ഹല്ലേലൂയ,
ഇങ്ങനെയുള്ള പരിപാടികൾ ഇത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ 50% അല്ലെങ്കിൽ 60% റിട്ടേൺ ഒക്കെ വന്നപ്പോൾ പിന്നെ ചർച്ചുകൾ അതുകൊണ്ട് മേർജ് ആയിക്കൊണ്ടിരിക്കുന്നു പലയിടത്തും. ബിക്കോസ് ആ ഒരു സസ്റ്റൈനബിലിറ്റി പ്രശ്നങ്ങളൊക്കെ വന്നതുകൊണ്ട്. അപ്പോൾ ഇന്ന് രാത്രിയിൽ നമ്മളെ തന്നെ ശോധന ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളെല്ലാവരും വന്നവരാണ്, നിങ്ങളെല്ലാം വന്നവരാണ്, അതുകൊണ്ട് നിങ്ങളുടെ കാര്യമല്ല ഈ പറയുന്നത്. പക്ഷെ നമ്മളെ തന്നെ ശോധന ചെയ്യേണ്ടത്, നമ്മളുടെ ലൈഫിൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ ആ ദൈവവചനം പഠിക്കുന്ന വിഷയത്തിൽ അല്ലെങ്കിൽ കൂട്ടായ്മയുടെ വിഷയത്തിൽ, രണ്ടാമത്തെ വിഷയമാണ് കൂട്ടായ്മ, അതിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് എന്തുമാത്രം അതിനെപ്പറ്റി ഒരു സമർപ്പണ മനോഭാവം നമ്മുടെ അകത്തുണ്ട്. ഇന്ന് മജോറിറ്റി ആർ ബിക്കമിങ് സൺഡേ ക്രിസ്ത്യൻസ്. സോറി ടു സേ ദാറ്റ്, ഞായറാഴ്ച ക്രിസ്ത്യാനികളായിക്കൊണ്ടിരിക്കുക. ഈ പണ്ട് നാമധേയ സഭകൾ, ട്രഡീഷണൽ ചർച്ചസിൻ്റെ ഒരു ക്വാളിറ്റി, ഒരു മാർക്കായിരുന്നു എന്തുവാണ്, ഞായറാഴ്ച പള്ളിയിൽ പോയി കുർബാനയ്ക്ക് പോവും അല്ലേ. നമ്മൾ പലരും ആ ഒരു പശ്ചാത്തലത്തിലൊക്കെ പോയവരുണ്ട്, പലരും ഉണ്ട്. അപ്പോൾ ഞായറാഴ്ച കുർബാനയ്ക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ എല്ലാ പരിപാടികളും കഴിഞ്ഞു. ഇന്ന് പെന്തക്കോസിലും അതേ ഒരു പാൻഡമിക് വന്നിരിക്കുകയാണ്. കാരണം വേറെ ഒരു പരിപാടിക്കും ദൈവവുമായിട്ട് ബന്ധമില്ല, ഞായറാഴ്ച മാത്രം പള്ളി വന്ന് തല വെച്ചാൽ ഉണ്ട്. പലയിടങ്ങളിലും ശരിക്കും അത് തന്നെയാണ് സംഭവിക്കുന്നത്. ചർച്ചിലെ പണ്ട് എന്തായിരുന്നു പറയുന്നത്, നമ്മുടെ പള്ളികളിലൊക്കെ ഉത്സവം നടത്തുമല്ലോ, പെരുന്നാളിനെങ്കിലും ഈ ആൾക്കാരെന്ത് ചെയ്യുമായിരുന്നു, പോവായിരുന്നു. പെരുന്നാളിനും പോവായിരുന്നു, സൺഡേയിലും പോവായിരുന്നു. ഇന്ന് കൺവെൻഷൻ വെച്ചാൽ പോലും ഒരുത്തനും വരത്തില്ല, സൺഡേ മാത്രമേ വരത്തുള്ളൂ. അങ്ങനത്തെ ഒരു ഗതിയിലേക്ക് എത്തിരിക്കുക. നമുക്കങ്ങനെ ഒരു ഗതി വരാതിരിക്കുകയാണ് ഈ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ജനത്തിൻ്റെ ദൈവസന്നിധിയെ പറ്റിയുള്ള ഒരു ദാഹം പോയി കഴിഞ്ഞാൽ പിന്നെ എന്തിനാ ദൈവസന്നിധിയിൽ വരുന്നത്, പിന്നെ എന്തിനാ വരുന്നത്? ഈ ചില പിള്ളേരുണ്ട്, അവരെ എത്ര പറഞ്ഞാലും എന്ത് ചെയ്യത്തില്ല, അവർക്ക് കഴിക്കാനുള്ള വിശപ്പ് ഇല്ല, പിന്നെ കുത്തിക്കയറ്റി കഴിക്കും. എന്തിനാ നമ്മളെന്തോ പറയുന്നത്, നമ്മൾ പറയും കഴിച്ചില്ലെങ്കിൽ ക്ഷീണം ഉണ്ടാവും, അതുണ്ടാവും, പല കാര്യങ്ങൾ പറയും. പിന്നെ നമ്മൾ അവരെ ഫോഴ്സ് ചെയ്താൽ, അപ്പോൾ എന്ന് പറഞ്ഞ പോലെ വിശപ്പും ദാഹമൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല, പിന്നെ റിലീജിയസ് ആയിട്ടൊരു സ്പിരിറ്റ് അവരുടെ ഉള്ളിൽ കയറിയിട്ട് ഒരു നമ്മൾ രാവിലെ വായിച്ച പോലെ ഭക്തിയുടെ വേഷം അല്ലേ. ചിലയിടത്ത് മെമ്പർഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പണ്ട് കുടിശ്ശിക തീർക്കുമായിരുന്നു, പള്ളിയിലൊക്കെ കുടിശ്ശിക തീർക്കും. എന്തിനാ? ഹാച്ചിങ് മാച്ചിങ് ഡിസ്പാച്ചിങ് വന്നാൽ പള്ളിയുടെ ആവശ്യം വരും. ഹാച്ചിങ് മാച്ചിങ് ഡിസ്പാച്ചിങ് മനസ്സിലായോ എന്താണെന്ന് വെച്ചാൽ? ശിശുപ്രതിഷ്ഠ, വിവാഹം, പിന്നെ ശവടക്ക്. പിന്നെ ഈ കാലം വന്നിട്ട് ഇതിന് വലിയ പ്രശ്നമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇനി അതിലൊന്നുമില്ല. അപ്പോൾ ഈ കാര്യത്തിന് വേണ്ടി കുടിശ്ശിക തീർക്കുന്ന പോലെ ഇപ്പം പിന്നെ ഇവിടെ കുടിശ്ശിക സിസ്റ്റം ഇല്ലാത്തതുകൊണ്ട് അതിനകത്തും എനിക്കൊരു പിടിയില്ല എങ്ങനെയാണെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ആരുടെയും കാര്യമല്ല ഞാനീ പറയുന്നത്. നമ്മളെ തന്നെ എപ്പോഴും ചെക്ക് ചെയ്യണം. കർത്താവേ, ഞാൻ നിൻ്റെ ഉദ്ദേശത്തിൽ നിന്ന് അകന്നു പോകാൻ അനുവദിക്കരുത്. ഹല്ലേലൂയ. അപ്പോൾ അതിൻ്റെതായ തകർച്ചകളും വീഴ്ചകളും പലയിടങ്ങളിൽ സംഭവിച്ചു. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞത് എന്താണ്? ഹല്ലേലൂയ. ഫസ്റ്റ് തിങ് ഈസ് ലേണിംഗ് ദ വേർഡ് ഓഫ് ഗോഡ്, ലേണിംഗ് അബൌട്ട് ഗോഡ്. കാരണം ഈ ലേണിംഗ് ഉണ്ടായില്ലെങ്കിൽ എന്തുണ്ടാകത്തില്ല? കൂട്ടായ്മ ഉണ്ടാകത്തില്ല. അവിടെ കൂട്ടായ്മ എന്ന് ഉദ്ദേശിക്കുന്നത്, സെക്കൻഡ് തിങ് ഈസ് ദേ ഡിവോട്ടഡ് ദംസെൽസ് ടു ദ അപ്പോസ്റ്റൽസ് ടീച്ചിങ്സ് ആൻഡ് സെക്കൻഡ് തിങ് ഈസ് ഫെലോഷിപ്പ്. അങ്ങനെയല്ലേ കൂട്ടായ്മ എന്നല്ലേ മലയാളത്തിൽ പറയുന്നത്? അപ്പോൾ ഈ കൂട്ടായ്മ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അവിടുത്തെ കൂട്ടായ്മ എങ്ങനെയാണ് നടന്നുകൊണ്ടിരുന്നത്? എല്ലാ ദിവസവും വീട് തോറും അവർ എന്ത് ചെയ്തു? കൂട്ടായ്മ ആചരിച്ചു, അവർ കൂടി വന്നു. അപ്പോൾ ഈ കൂട്ടായ്മ എന്ന് പറയുന്നത് ഇറ്റ്സ് എ മ്യൂച്വൽ ഷെയറിംഗ് ഓഫ് ലൈഫ് ഓഫ് ക്രൈസ്റ്റ് വിത്തിൻ ദ ഫാമിലി ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ കുടുംബത്തിൻ്റെ അകത്ത് ഇന്ന് ദൈവസന്നിധിയിലുള്ള കൂട്ടായ്മയെക്കാളും കൂടുതൽ പ്രാധാന്യം പലപ്പോഴും പലരും കൊടുക്കുന്നത് മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഒരു കല്യാണം വന്ന ആരാധന മുടക്കിക്കളയും. നമ്മുടെ കല്യാണമല്ല, സ്വന്തം കല്യാണമായിട്ടില്ല, വല്ലവരുടെയും കല്യാണം വന്നാൽ അത് ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട്, ആൾക്കാരിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും, എന്തെങ്കിലും ഒന്ന് വന്നിരുന്നെങ്കിൽ ഇതിൻ്റെ അകത്തുനിന്നൊന്ന് രക്ഷപ്പെടാമായിരുന്നു. ഹല്ലേലൂയ. നിങ്ങളുടെ കാര്യമല്ല പറയുന്നത് കേട്ടോ,
ആണെങ്കിൽ നിങ്ങൾ ഇന്ന് ഇതാണ്. പക്ഷേ എന്തെങ്കിലും ഒന്ന് വന്നിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടാം. അങ്ങനത്തെ ഒരു മനോഭാവം വന്നിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു രോഗം കയറി പിടിച്ചിട്ടുണ്ടെന്ന് ഓർത്തോണം. രോഗം കയറി പിടിച്ചിട്ടുണ്ട്. ആ രോഗത്തിൻ്റെ പേരിപ്പം ഞാൻ പറയുന്നില്ല. ആ രോഗം എന്താണെന്ന് ചോദിച്ചാൽ എവിടെയോ നമ്മുടെ ആ പ്യുവർ ഡിവോഷൻ, നമ്മുടെ ദൈവത്തോടുള്ള താല്പര്യമൊക്കെ പോയി. പിന്നെ പിശാചിൻ്റെ ആഗ്രഹം അത് തന്നെയാണ്. ഈ പിന്മാറ്റം എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? പിന്മാറ്റക്കാരുടെ അടയാളങ്ങൾ ഞാൻ പറയാം. നിങ്ങളെ കാര്യമല്ല, ഈ ബാക്കിലിരിക്കുന്നവർ, നിങ്ങളൊക്കെ കുഞ്ഞുങ്ങളുള്ളതുകൊണ്ടാണ് ബാക്കിലിരിക്കുന്നത് എനിക്കറിയാം. പണ്ട് ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരിടത്തൊരു മെസ്സേജ് എടുത്തായിരുന്നു, സൈൻസ് ഓഫ് എ ബാക്ക് സ്ലൈഡർ, പിന്മാറ്റക്കാരുടെ അടയാളങ്ങൾ. അതിലൊരു അടയാളമാണ് ഈ മുമ്പിലിരിക്കുന്നവർ പെട്ടെന്ന് ബാക്കിലോട്ട് ഇരിക്കാൻ തുടങ്ങി. അതിൻ്റെ അർത്ഥം അവൻ പിന്മാറ്റം അവൻ്റെ ഉള്ളിൽ തുടങ്ങിയെന്നുള്ളതാണ്. ഇനി ബാക്കിലിരിക്കുന്നവരാണ് ഇരിക്കുന്നത്, കുഴപ്പമൊന്നുമില്ല. ഈ മുമ്പിലൊക്കെ നല്ല ഉഷാറായിട്ടിരുന്നവർ പിന്നെ ചർച്ചിലൊക്കെ വന്നു കഴിയുമ്പോൾ നേരത്തെ കയ്യും കൊട്ടി ദൈവത്തെ സ്തുതിച്ചുകൊണ്ടൊക്കെ ഇരുന്നവരുടെ സ്തുതിയും കൊട്ടുമൊക്കെ പുറകെ കഴിയും. പിന്നെ പിന്മാറ്റത്തിലേക്ക് പോകുന്നവരുടെ വേറൊരു അടയാളമാണ് ആശീർവാദം പറയുന്നതിന് മുമ്പ് ഓടിക്കളയും. ഇതിപ്പോഴല്ലേ, ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞത്. ആശീർവാദം പറയുന്നതിന് മുമ്പ് ചിലത് ഓർമ്മ വരുന്നത് പറയാം. ബാക്കി ഒത്തിരി 5-8-10 കാര്യങ്ങളുണ്ടായിരുന്നു. ആശീർവാദം പറയുന്നതിന് മുമ്പ് ഓട്ടോ. കാരണം ആരെയും ഫേസ് ചെയ്യാനുള്ള മനസ്സോ താല്പര്യമൊന്നും ഇല്ല. പിന്നെ പ്രാർത്ഥനകളിൽ കൂട്ടായ്മയിൽ നിന്ന് എന്ത് ചെയ്യുന്നു? പിന്മാറുന്നു. പിന്നെ ആകപ്പാടെ മുമ്പേ ഞാൻ പറഞ്ഞ പോലെ പള്ളിയിൽ കുർബാനയ്ക്ക് വന്നെന്ന് പോകുന്ന പോലെ പള്ളി വന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു? ദൈവത്തെ കാണിച്ചിട്ടങ്ങ് പോകുന്ന അനുഭവം. അപ്പോൾ ഒരു കാര്യം ഓർക്കണം, പിശാചിന് ഒരിക്കലും ഇഷ്ടമല്ല നമ്മൾ കൂട്ടായ്മ ബന്ധത്തിൽ നിൽക്കുന്നത്. ഒരിക്കലും ഇഷ്ടമല്ല. കാരണം കൂട്ടായ്മ ബന്ധത്തിൽ നിന്നാൽ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കാൻ പറ്റും. ഞാനൊരു ഉദാഹരണം പറയാം. ഈ കാലത്തിൽ ഇതും ബുദ്ധിമുട്ടുള്ള ഉദാഹരണം എങ്കിലും ഞാൻ പറഞ്ഞേക്കാം. ഇപ്പം നമ്മുടെ ഇടയിൽ ഒരാൾ ഒരു വേണ്ടാത്ത ഒരു കാര്യം, നിങ്ങളാരും ഇല്ലല്ലോ, അങ്ങനെയുള്ളവരാരും ഇവിടെ ഇല്ലല്ലോ, പ്രൈസല്ലോ, ഓക്കെ, സ്തോത്രം. ഇപ്പോൾ ഒരാൾ ഒരു വേണ്ടാത്ത ഒരു കാര്യം ചെയ്തിട്ട് വന്നെന്ന് വെച്ചോ, തലയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ശാന്താടി എന്തെങ്കിലും വെച്ചിട്ട്, അതിൽ കുറച്ച് പേരെങ്കിലും ഒന്ന് നോക്കിയിട്ട്, എന്താ മോനെ നിനക്ക് എന്താ പറ്റിയേ? അപ്പം പറയും ജഡ്ജ്മെൻ്റൽ എന്ന് പറയും. റൈറ്റ്? നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു ഉദാഹരണം അത് പറഞ്ഞ്. പക്ഷേ ഈ കൂട്ടായ്മയിൽ നമ്മൾ കടന്നു വരുമ്പോൾ ഇത് നമ്മളെ എന്തിനു വേണ്ടിയാണ് ഒരുക്കുന്നത്? നമ്മളെ പ്രിപ്പയർ ചെയ്യുക എന്തിനു വേണ്ടി? ഒരു നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കുന്ന ഒരനുഭവമാണ്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ അത് വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരിടത്ത് ഒരു ഉദാഹരണം പറഞ്ഞു. ഒരു ചിലരോട് സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു ഉദാഹരണമാണ്. ഞാൻ പറഞ്ഞു, തന്നെ പോകുന്നവന് വീഴാൻ സാധ്യത വളരെ അധികമുണ്ട്. അതേസമയം 2-3 പേരും കൂടെ ഉണ്ടെങ്കിൽ വീഴണമെങ്കിൽ ഇവരിൽ 3 പേരും കൂടെ ഒത്താലേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? വീഴത്തുള്ളൂ. അതിൽ ഒരുവൻ ആത്മീയനാണെങ്കിൽ ഇവരെ 2 പേരെ കൂടെ അതിനകത്തുനിന്ന് എന്ത് ചെയ്യാൻ പറ്റും? രക്ഷിക്കാൻ പറ്റും. ഞാൻ വളരെ ഒരു വിഷയത്തെ ഡീൽ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്. അതിനകത്ത് വളരെ വ്യക്തമായിട്ടുള്ള ഒരു വിഷയത്തിൽ പറഞ്ഞ കാര്യമാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരുത്തൻ തന്നെ പോകും, ആരും അവൻ്റെ കൂടെ ഇല്ലെങ്കിൽ അവൻ എന്ത് ചെയ്യാൻ പറ്റും? ഇനി അവൻ വീണാൽ തന്നെ അവനെ പൊക്കാനും ആരും കാണത്തില്ല. അതേസമയം കൂട്ടത്തിൽ 2 പേരുണ്ട്, കാലിടറി വീണാലും അവനെ പൊക്കിയെടുക്കാനുള്ള കൂട്ടത്തിൽ 2 പേര് കാണും. പിന്നെ ഇവൻ മേളിലോട്ട് നോക്കിയാൽ നടക്കുന്നെങ്കിൽ മുമ്പിൽ ഉള്ള കല്ലിനെ കണ്ടിട്ട് മറ്റൊരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? വാൺ ചെയ്യാൻ പറ്റും. മുമ്പിൽ കല്ലുണ്ട്, സൂക്ഷിച്ച്. ഇപ്പം നമ്മൾ തന്നെ ഇപ്പം 2-3 പേര് കൂടി ഇവിടെ കളിക്കുകയോ അല്ല നടക്കുകയോ, ഇപ്പം നടക്കാൻ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ പറയാറില്ലേ, നോക്കണേ ഫ്രണ്ടിൽ എന്തുണ്ട്, കുഴിയുണ്ട്, കല്ലുണ്ട്, സൂക്ഷിക്കണേ, അവിടെ ശ്രദ്ധിക്കണേ, ചള്ളയുണ്ട്. റൈറ്റ്? പല കാര്യങ്ങൾ നമ്മൾ വാൺ ചെയ്യാറില്ലേ? എന്തുകൊണ്ടാണ്? ഈ മനുഷ്യൻ അല്ല ഈ വ്യക്തി, നമ്മുടെ കൂട്ടത്തിൽ പോകുന്ന ആൾ വീഴാതിരിക്കാൻ. അങ്ങനെയാണെങ്കിൽ ആത്മീക കൂട്ടായ്മയിൽ കൂടെ നാം ഒരുമിച്ച് സഞ്ചരിക്കുമ്പോൾ അവിടെ സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ മറ്റുള്ളവരെ നാം വാണിങ്സ് വീഴാതെ വണ്ണം അവരെ എൻകറേജ് ചെയ്യാൻ നമുക്ക് പറ്റും, അവരെ തടയാൻ പറ്റും. ഇനി ഒരുത്തൻ കാലിടറിയാൽ അവൻ എന്ത് ചെയ്യാൻ പറ്റും? കയറി പിടിക്കാൻ പറ്റും, അവൻ വീഴാതിരിക്കുവാൻ. പക്ഷെ ആരുമില്ലാതെ പോയാൽ എന്തു ചെയ്യും?
എന്തു ചെയ്യും? അവൻ്റെ കഴുതി പോക്ക. അപ്പോൾ അതുകൊണ്ട് പിശാചിന് ഒരുത്തനെ തകർക്കണമെങ്കിൽ അവനെ അകറ്റി നിർത്തുന്ന എവിടെ നിന്നറിയാമോ? കൂട്ടായ്മയിൽ നിന്ന് അവനെ അകറ്റി നിർത്താൻ നോക്കും. The devil will try to keep a person away from the fellowship. അതുകൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ ഒത്തിരി പേര് ഹല്ലേലൂയ ഐലൻഡ് ക്രിസ്ത്യൻസാ. ചിലരോട് ചോദിക്കുക, എവിടാ? ഇന്ന സ്ഥലത്താ. ഏത് ചർച്ചിലാണ് പോകുന്നത്? അത് പക്ഷേ മറ്റു പലയിടത്തും എന്താണ്? വളരെ ആക്റ്റീവാ. എന്ന് പറഞ്ഞാൽ അക്കൗണ്ടബിലിറ്റിക്ക് റെഡി അല്ല. എനിവേ, കൂടുതൽ ആ വിഷയത്തിൽ സമയം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇറ്റ്സ് എ മ്യൂച്വൽ ഷെയറിങ്. ഇപ്പം ഞാൻ ഇപ്പോൾ ഒരിടത്ത് പോകുന്നുണ്ടേ, ഇപ്പോൾ നിങ്ങളെല്ലാവരും കൂടെ നാളെ വന്ന് എൻ്റെ അടുക്കൊന്നും പറയാനല്ല ഞാൻ പറഞ്ഞത്. ഇപ്പം ഞാൻ 2 ദിവസത്തേന് ഒരിടത്ത് പോകുമ്പോഴാണോ ആൾക്കാരെ എൻ്റെ റിയാലിറ്റി അറിയുന്നത്. ഇപ്പം ഞാൻ ഒരിടത്ത് പോയി ഒരു ഗസ്റ്റായിട്ട് പോയി 2-3 പ്രസംഗം പ്രസംഗിച്ചു കഴിയുമ്പോഴാണോ എന്തെങ്കിലും റിയാലിറ്റി അറിയുന്നത്? അല്ല, എൻ്റെ റിയാലിറ്റി വെളിപ്പെടുന്നത് എവിടാണ്? ഇവിടെ. കാരണം വേറൊന്നുമല്ല, ഞാൻ ജീവിക്കുന്നത് ഇവിടെ, എല്ലാ കാര്യങ്ങളും ഇവിടെ. അപ്പോൾ കൂട്ടായ്മയുടെ ശക്തിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മളെ മുന്നോട്ട് വീഴാതെ കൊണ്ടുപോകാൻ. ദൈവത്തിൻ്റെ കൃപ ആവശ്യമാണെങ്കിൽ പോലും നമുക്ക് എന്ത് വേണം? നമ്മൾ തളരാതെ നിൽക്കാൻ നമുക്ക് ദൈവത്തിൻ്റെ കൃപ ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പലപ്പോഴും ചില പ്രത്യേക സാഹചര്യങ്ങളൊക്കെ എത്തുമ്പോൾ ഞാൻ തന്നെ കർത്താവ് ദിസ് ഈസ് ടു മച്ച് ബിഗ്. എനിക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു അസൈൻമെൻറ്റാണ് കർത്താവ്. ദിസ് ഈസ് ടു ബിഗ്. ഐ ഫീൽ ലിറ്റിൽ നെർവസ് അബൌട്ട് എവറിത്തിങ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാൻ ചില കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ ഒരു കാര്യം ഞാൻ ചിന്തിച്ച് പലപ്പോഴും എനിക്ക് കോൺഫിഡൻസ് ലഭിക്കുന്നത് എന്താണെന്നറിയാമോ? ദ കോൺഫിഡൻസ് ഈസ് ദാറ്റ് ദർ ഈസ് എ ചർച്ച് ഹു പ്രേസ് ഫോർ മീ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സഭ, ഒരു ദൈവസഭ ഉണ്ടെന്നുള്ളത് എന്നെ ബലപ്പെടുത്തുന്ന ഒരു വിഷയമാണ്. അവിടെയാണ് കൂട്ടായ്മയുടെ ശക്തി, അല്ലെങ്കിൽ ആ ഒരു ബലം നമുക്ക് കിട്ടുന്നത്. ഇങ്ങനെ പഠിച്ച് ദൈവത്തിൻ്റെ വചനം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ മനസ്സിലാക്കി കൂട്ടായ്മയിൽ പോകുന്ന ഒരു വ്യക്തിക്ക് അടുത്ത ലെവലിൽ കിട്ടുന്ന എന്താണെന്നറിയാമോ? അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു വിഷയമുണ്ട്. അവർ അപ്പം നുറുക്കി. ദേ ബ്രോക്ക് ദ ബ്രെഡ്. അല്ലെങ്കിൽ ദേ വിൽ എൻഗേജ് ഇൻ സ്പിരിച്വൽ സർവീസസ്. അതിലൊന്നാമത്തെ വിഷയമാണ് വർഷിപ്പിംഗ് ദ ലോർഡ്, ആരാധിക്കുന്ന വിഷയത്തിൽ. നമ്മുടെ ജീവൻ തന്നെ എന്താണ്? ജീവിതം തന്നെ ഒരു ആരാധനയാണ് എന്ന് പറഞ്ഞാൽ റോമാലേഖനത്തിൽ പറയുന്നു. പക്ഷേ ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് പ്രൈസസ്, സ്തുതിക്കുന്ന വിഷയം, ദൈവത്തെ മഹത്വപ്പെടുന്ന വിഷയത്തിൽ. When we read the Old Testament and the New Testament, we have enough and ample proof that God's people are supposed to praise Him. ദൈവത്തെ സ്തുതിക്കാൻ ദൈവം നമ്മളെ എന്ത് ചെയ്തിട്ടുണ്ട്? സങ്കീർത്തനത്തിലൊക്കെ പറയുന്നുണ്ടല്ലോ. എത്ര പ്രാവശ്യം പറയുന്നുണ്ട്? ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ സ്തുതിക്കും. ഞാനിവിടെ ഇതിപ്പോൾ മെസ്സേജ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഞാനൊരു വാക്യം പറഞ്ഞല്ലേ, ലെറ്റ് എവറിത്തിങ് ദാറ്റ് ഹാസ് ബ്രെത്ത് പ്രൈസ് ദ ലോർഡ്. ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ. പുതിയ നിയമത്തിലും സ്തുതിക്കുന്ന വിഷയത്തെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പം സ്തുതിയുടെ വിഷയമുണ്ട്. പിന്നെ പ്രാർത്ഥന, അടുത്തത് പറഞ്ഞതാണ് ബ്രേക്കിംഗ് ഓഫ് ബ്രെഡ് ആൻഡ് ടു പ്രേയർ. അവരെന്തിനാണ് ഡിവോട്ടഡ് ആയിരുന്നു? അവർ പ്രാർത്ഥനയിൽ ഉറ്റിരുന്നു. അപ്പോൾ പ്രാർത്ഥന, അതുപോലെ തന്നെ അപ്പം നുറുക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ അതായത് ദൈവത്തിൻ്റെ അപ്പം ഈ കർത്താവിൻ്റെ മേശയിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? കർത്താവിൻ്റെ ക്രൂശിനെ, അവൻ്റെ ക്രൂശ് മരണത്തെ ധ്യാനിക്കുന്ന ഒരു ശുശ്രൂഷയാണല്ലോ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീനെന്ന് പറയുന്ന. അപ്പോൾ ഈ സ്പിരിച്വൽ സൈഡിൽ നമ്മൾ സ്ട്രോങ് ആയിട്ട് പോകണം. അതാ 1-ാം നൂറ്റാണ്ടിലെ സഭയിലുണ്ടായിരുന്ന ഒരു കാര്യമാണ്. അവർ ആത്മീകമായിരിക്കുന്ന കൂടിവരവുകളിൽ, ആത്മീക വിഷയങ്ങളിൽ, പ്രാർത്ഥനയുടെ വിഷയത്തിൽ, അപ്പം നുറുക്കുന്ന വിഷയത്തിൽ, ഇതിലെല്ലാം ആ സഭ എന്ത് ചെയ്തിരുന്നു? അവർ എന്ത് പറ്റി? നിങ്ങൾക്കെല്ലാം പ്രയാസമായിപ്പോയി. അവർ വളരെ ഇച്ചിരി ഡിഫിക്കൽട്ടാണ്. കാരണം ഈ മറ്റിടത്തൊക്കെ പോകുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു കാര്യങ്ങൾ പറയുമ്പോൾ നല്ല റെസ്പോൺസാണ്. ഇവിടെ വന്ന് പാറക്കല്ലിൽ ഇടിക്കുന്ന പോലെ ഒരു എക്സ്പീരിയൻസ് വരും. പലപ്പോഴും ബുദ്ധിമുട്ടാണ്. സോറി, 1-2 ആഴ്ച എടുക്കും, ഞാൻ തിരിച്ചു വരാം. പക്ഷേ ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള ഒരു അനുഭവത്തിലാണ് ഈ 1-ാം നൂറ്റാണ്ടിലെ സഭ എന്ത് ചെയ്തുകൊണ്ടിരുന്നത്? മുന്നേറിക്കൊണ്ട് ഇരുന്നത്. അടുത്തത് ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കാം.
ഈ 1-ാം നൂറ്റാണ്ടിലെ സഭയിൽ ഉണ്ടായിരുന്ന ഒരു വിഷയമാണ് ആക്റ്റീവ് ഇവാഞ്ചലിസം. എന്താണ് ആക്റ്റീവ് ഇവാഞ്ചലിസം? നോട്ട് പാസീവ് ഇവാഞ്ചലിസം. അതിനെ ഇച്ചിലൂടെ ഞാൻ വ്യത്യസ്തമായി പറയട്ടെ. ആക്റ്റീവ് വിറ്റ്നസിങ്, നോട്ട് പാസീവ് വിറ്റ്നസിങ്. ഓക്കെ, കാരണം അവിടെ പറയുന്നത് എന്താണെന്നറിയാമോ? 47 പറയുന്നു, എവറി ഡേ the Lord added to their number those who were being saved. ഒന്ന് വായിച്ചേ. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ട്. ഓക്കെ, ഇതൊരു സഭയുടെ ഒരു പ്രത്യേക എക്സ്പീരിയൻസിൻ്റെ ടൈമാണ് ഈ അപ്പോസ്തല പ്രവൃത്തിയുടെ കാലഘട്ടം എന്ന് പറയുന്നത്. എങ്കിലും അവിടെ പറയുന്നത് ദിനം തോറും എന്ത് ചെയ്തു? ദൈവം സഭയിലേക്ക് ജനത്തെ ചേർത്തുകൊണ്ടിരുന്നു. അപ്പം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നമ്മൾ സിൻസിയറായിട്ട് പ്രാർത്ഥിക്കും, കർത്താവ് എല്ലാ മാസവും സ്നാനം നടക്കണമെന്ന് പ്രാർത്ഥിക്കുന്നതിന് തെറ്റുണ്ടോ? തെറ്റുവല്ലോ ഉണ്ടോ? ഇല്ല. പ്രൈസ് ഗോഡ്. കാരണം ആക്റ്റീവ് വിറ്റ്നസ്സിങ് ഉണ്ടെങ്കിൽ അവിടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ജനം മാനസാന്തരപ്പെട്ട് വരും. പക്ഷേ ഇന്ന് ഇത് തന്നെ ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് ഇച്ചിരി ഒരു കോൺട്രവേഴ്ഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആയിപ്പോവും. അതുകൊണ്ട് ഞാൻ വളരെ മുൻകൂർ ജാമ്യം എടുത്തിട്ട് പറയാം. ഞാൻ വിശ്വസിക്കുന്നത് ഈ ഇവാഞ്ചലിസം എന്നൊന്നും പറയുന്നതൊന്നും വലിയ പ്രോഗ്രാം ആകല്ല ചർച്ചിൻ്റെ. വേണം, എന്തിനാ? അത് എൻകറേജ്മെൻറ്റിന് വേണ്ടി. പക്ഷേ ഇവാഞ്ചലിസം എന്നൊക്കെ പറയുന്ന ഒരു പ്രോഗ്രാമിൽ നിൽക്കേണ്ട കാര്യമല്ല, മറിച്ച് അത് നമ്മുടെ ലൈഫിൻ്റെ ഭാഗമാകണം. വിറ്റ്നസ്സിങ്. പ്രൈസ് ഗോഡ്. അതെങ്ങനെ ആകുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ ട്രാക്റ്റ് കൊടുത്തത് കൊണ്ടല്ല, പക്ഷേ നമ്മളെ അറിയാവുന്നവരെല്ലാവരും അറിയണം നമ്മൾ യേശുവിൻ്റെ പൈതലാന്നുള്ള കാര്യം. നമ്മൾ കർത്താവിൻ്റെ everybody who knows us should know that we are a child of God. How is that possible? That is only possible if we are active witnesses. If we are passive witnesses, it won't. ആക്റ്റീവ് പാസീവിൻ്റെ വ്യത്യാസം എന്തുവാ എന്ന് പറഞ്ഞാൽ? ആക്റ്റീവും പാസീവിൻ്റെ വ്യത്യാസം എന്തുവാ? ആക്റ്റീവ് മീൻസ്, നിങ്ങൾ പറ, യു ഓൾ ആർ ഇൻ്റലിജൻറ്റ്, മോർ ഇൻ സം കേസസ് യു ആർ ബ്രില്യൻറ്റ്. പറഞ്ഞേ ആക്റ്റീവ്. വാട്ട് യു മീൻ ബൈ ആക്റ്റീവ്? എന്താണ്? നമ്മൾ ചില സിസ്റ്റംസ്, ആക്റ്റീവ് സിസ്റ്റം ആൻഡ് പാസീവ് സിസ്റ്റംസ്. ആക്റ്റീവ് ഫയർ അലാറംസ് ആൻഡ് പാസീവ് സിസ്റ്റംസ്. ആക്റ്റീവ് ആണെങ്കിൽ എന്തോന്നറിയാമോ? അത് സ്പോണ്ടേനിയസാണ്. ആക്റ്റീവ് സിസ്റ്റംസ് ആണെങ്കിൽ അത് സ്പോണ്ടേനിയസ് എന്ന് പറഞ്ഞാൽ ഈ നമ്മളാരും അതിന് സ്റ്റെപ്പ് എടുക്കേണ്ട കാര്യമില്ല. അത് ഓൾറെഡി അതിൻ്റെ എന്തെങ്കിലും ഒരു സംഭവം നടന്ന് അന്നേരം തന്നെ അലാറം അടിക്കും, പിന്നെ പല കാര്യങ്ങളും ഉണ്ടാവും. ഇപ്പോഴത്തെ പുതിയ ബിൽഡിംഗ് കോഡൊക്കെ അനുസരിച്ച് ഓട്ടോമാറ്റിക്കലി സ്പ്രിംഗ്ലർ ഓൺ ആകും, വെള്ളം തെറിക്കും, എല്ലാം സംഭവിക്കും. പക്ഷേ പാസീവ് സിസ്റ്റം എന്താണെന്നറിയാമോ? എന്താണ്? തീ പിടിച്ച ആരെങ്കിലും ഫയർ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വന്നിട്ട് പിന്നെ പല കാര്യങ്ങളും ചെയ്യേണ്ടി വരും. എന്ന് പറഞ്ഞ പോലെ പലപ്പോഴും നമ്മളുടെ ഇടയിൽ ഒരു ചിന്ത എവിടെയോ കയറിയിട്ടുണ്ട്. അതായത് വിറ്റ്നസ്സിങ് ഈസ് എ പാസീവ് തിങ്. അപ്പോൾ ഇതിൻ്റെ അണ്ടർലൈങ് പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ക്രിസ്ത്യൻ ലൈഫ് തന്നെ ഒരു കമ്പാർട്ട്മെൻ്റലൈസ് ആയിപ്പോയി. വിശ്വാസ ജീവിതം തന്നെ ലൈഫിൽ ഒരു കമ്പാർട്ട്മെൻ്റലായി പോയപ്പോൾ, കാരണം ഞായറാഴ്ചത്തെ ആരാധനയ്ക്ക് വരുന്നു, അല്ലെങ്കിൽ സൺഡേ ക്രിസ്ത്യാനിറ്റി, അപ്പോൾ തന്നെ സ്പിരിച്വൽ തിങ്സ് ആർ ഐസൊലേറ്റഡ്. ഇപ്പോൾ സമ്മർ വരുവാണല്ലോ. സമ്മർ വരുമ്പോൾ എനിക്ക് പലയിടത്തും, ഇപ്പോൾ ഞാൻ ഈ കുറേ ആഴ്ചകൾക്ക് മുമ്പ് ഇവിടെ ഒരു സിറ്റിയിൽ ഒരു കൗൺസിൽ മീറ്റിങ്ങിന് പോയപ്പോൾ, സിറ്റി കൗൺസിലല്ല, പാസ്റ്റേഴ്സ് കൗൺസിൽ മീറ്റിങ്ങിന് പോയപ്പോൾ അവിടെ എല്ലാം റൗണ്ടിൽ പോയി അവരിങ്ങനെ വൈറ്റ് ബോർഡിൽ എഴുതുക, നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന്. അപ്പം ഞാനും കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഞാനും അടിച്ചു വിട്ടു, സാച്ചുറേറ്റ്, മറ്റേത്, ഇതെല്ലാം എഴുതി. ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ വലിയ പരിപാടികളാണ്. അതിൻ്റെ അവർ സമ്മറി നോട്ടൊക്കെ കണ്ടപ്പോൾ ഞാൻ തന്നെ സർപ്രൈസ് ആയപ്പോൾ, എൻ്റെ കർത്താവ് ഇത്രയും പരിപാടികളാണല്ലോ. റൈറ്റ്. അപ്പോൾ പക്ഷേ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കേണ്ടത്, വാട്ട് ഐ എം സേയിങ് ഈസ്, നമ്മൾ വെയിറ്റ് ചെയ്യുക. എന്തിനു വേണ്ടി? എന്നാ തുടങ്ങുന്ന പരിപാടി? മെയ് തുടങ്ങാൻ പോവാണ്. കാരണം നമ്മൾ മെയ് ആകുമ്പോൾ ബുധനാഴ്ച നമ്മൾ ആക്റ്റീവ് ആയിരിക്കും. നമ്മളെല്ലാവരും അത് വേണ്ടാന്നല്ല പറഞ്ഞ്, നല്ല കാര്യമാണ്. അത് എത്രയെങ്കിലും ചെയ്യാൻ പറ്റുന്നെങ്കിൽ വളരെ നല്ല കാര്യമാണ്, വെരി ഗുഡ് തിങ്. ബട്ട് ദ ന്യൂ ടെസ്റ്റ്മെൻറ്റ് ചർച്ച്, പുതിയ നിയമ 1-ാം നൂറ്റാണ്ടിലെ സഭ, അല്ലെങ്കിൽ ദൈവം രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട തൻ്റെ ജനം, അവരെപ്പറ്റി കർത്താവ് ആഗ്രഹിക്കുന്നത് മെയ് മുതൽ സെപ്റ്റംബർ അല്ലെങ്കിൽ ജൂലൈ വരെ, ഓഗസ്റ്റ് വരെ, മെയ് മുതൽ ഓഗസ്റ്റ് വരെ എല്ലാ ബുധനാഴ്ചയും ആക്റ്റീവ് ആയിട്ടുള്ള വിറ്റ്നസ്സസ് ആകാനല്ല കർത്താവ് നമ്മളെപ്പറ്റി ആഗ്രഹിക്കുന്നത്. വി ആർ ആക്റ്റീവ് ഓൾ ദ ടൈം. നമ്മളെ അറിയുന്നവരെല്ലാം എന്ത് ചെയ്യണം? നമ്മളെ അറിയണം. പ്രൈസ് ഗാഡ്. അപ്പോൾ
ഞാനതിന് പല ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കിഡ്സ്, യു നീഡ് ടു റിയലി റിവീൽ യുവർ ഐഡൻറ്റിറ്റി, who you are, right? If some of your friends ask you, they should know that you are a child of God. I want to challenge you tonight. If I pick up your best friends, all the kids sitting here, if I pick up your best friends and go and ask them about you, what are they going to tell? If some of them will say, oh, that person is a crazy Christian, I want to tell you, you have a rich reward in heaven. If they talk about all the games you play, all the other things, and all the passion you have about different aspects of the world, and they will not say a single word about your relationship with your master Jesus Christ, I want to tell you, when you go, if you go, Father, in the sight of God, Father, Jesus will be ashamed. ഇത് ഇനി കുഞ്ഞുങ്ങൾക്ക് പറയട്ടെ, ഞാൻ പ്രായമുള്ളവരോട് പറയാം. നിങ്ങളുടെ കൂട്ടത്തിൽ ജോലി ചെയ്യുന്നവർ, സുഹൃത്തുക്കൾ, അവരെയൊക്കെ ചോദിക്കുകയാണ്, നിങ്ങൾ ഇന്ന ആളിനെ പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അവർ പറയാണ്, അവർ നല്ല പല പല കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ അവർ ഒരു കാര്യം മാത്രം പറഞ്ഞില്ല, അവൻ യേശുവിനെ അറിയുന്നവനാണ്, അവൻ വ്യത്യസ്തനാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിറ്റ്നസിങ് ലൈഫ് ആക്റ്റീവ് അല്ല എന്ന് പറഞ്ഞാൽ നമ്മളെ അറിയുന്നവർ, ഇത് പാർട്ട് ഓഫ് അവർ ഐഡൻറ്റിറ്റി. നമ്മളെ ഒരു കാര്യം ഞാൻ പറയാം. ഓക്കെ, ഇപ്പം നിങ്ങളുടെ കൂട്ടത്തിൽ ജോലി ചെയ്യുന്നവരോടൊക്കെ ഞാൻ ചോദിക്കുക, ഇന്ന ആളിനെ അറിയാമെന്ന് ചോദിച്ചാൽ പറയാം ഹീസ് എൻ ഇന്ത്യൻ. അല്ലേ, ഇച്ചിരൂടെ അറിയാവുന്നവരാണ് പറയാം ആ പുള്ളി ഒരു ഈസ് എ മലയാളി, പറയത്തില്ലേ, അവനൊരു ഇന്ത്യക്കാരനാണ്. പിന്നെ കുറച്ചും കൂടി ഇന്ത്യയെ പറ്റി ഗ്രാഹ്യമുള്ളവരാണ് പറയും ദേ ആർ ഫ്രം കേരള, അല്ലെങ്കിൽ മലയാളിയാന്ന് പറയും. കറക്റ്റ്. പക്ഷേ ഹൗ ഡിഡ് ദേ കം ടു നോ അബൌട്ട് ഇറ്റ്? എങ്ങനെ അറിയുന്നത് ഇന്ത്യനാന്നുള്ള കാര്യം? നമ്മളെ കണ്ടാൽ തന്നെ ഒന്ന് കണ്ടാലറിയാം. ഇനി എത്ര ഈ ചില പിള്ളേരൊക്കെ പറയാറുണ്ട്, ഐ എം എ ബോൺ ഹിയർ. ഇയാളെ എന്നാളൊരാൾ എന്നോട് പറഞ്ഞു, ഐ എം ബോൺ ഹിയർ. ഞാൻ നീ എത്ര ബോൺ ഹിയർ ആണെങ്കിലും നിന്നെ കണ്ടാൽ നീ എവിടുന്ന് ഉള്ളവനാണെന്നുള്ളത് ഐ എം ജസ്റ്റ് ബീങ് വെരി ഓണസ്റ്റ്, റൈറ്റ്? പ്രാക്ടിക്കലായിട്ട് പറയുക, റൈറ്റ്? അപ്പോൾ നമ്മുടെ ഐഡൻറ്റിറ്റി, പക്ഷേ നമ്മുടെ എത്നിക് ഐഡൻറ്റിറ്റി നമ്മൾ പലപ്പോഴും റിവീൽ ചെയ്യാറുണ്ട്. പക്ഷേ നമ്മുടെ സ്പിരിച്വൽ ഐഡൻറ്റിറ്റി നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യുന്നില്ല, റിവീൽ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ ഈ ഇവാഞ്ചലിസം എന്ന് പറയുന്നത് വെരി ഡിഫിക്കൽട്ടാണ്. ചിലരെ സംബന്ധിച്ചോളം അതും ഡിഫിക്കൽട്ടാണ്. ഞാനത് ഈസിയാന്നല്ല പറഞ്ഞത്. ട്രാക്ട് കൊടുക്കുന്നതോ അല്ലെങ്കിൽ പോയി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതോ ഇസ് വെരി ഡിഫിക്കൽട്ട്. അത് വെരി ഡിഫിക്കൽട്ട് ഫോർ സം പീപ്പിൾ, നോട്ട് ഫോർ എവറിബഡി. ബട്ട് അറ്റ് ദ സെയിം ടൈം ഫസ്റ്റ് സെഞ്ച്വറി ചർച്ച് വാസ് ആക്റ്റീവ് ഇൻ വിറ്റ്നസിങ്. അവർ സാക്ഷ്യം വഹിക്കുന്നതിൽ അവരെന്തായിരുന്നു? ആക്റ്റീവ് ആയിരുന്നു. അവിടെ ചാലഞ്ച് സാധാരണ സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. Sometimes you go on a Monday and your teacher asks you, how was your weekend? Or your friend asks you, how was your weekend? Don't tell about all the games you played and everything you played. Be joyful. If you're really joyful, tell them, I had a wonderful weekend because I went to church. I met my friends over there. We had a great time. Pray, in the presence of the Lord, because there is a world out there who are really looking for great times. നിങ്ങൾ ശരിക്കും കർത്താവിൻ്റെ സന്നിധിയിൽ ആനന്ദം പ്രാപിച്ചവരാണെങ്കിൽ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് ചോദിക്കുന്നുണ്ടേ, സ്റ്റേക്ക് ഹൗസിൽ പോയി സ്റ്റേക്ക് തിന്നതിൻ്റെ വിശേഷമല്ല പറയേണ്ടത്. നിനക്ക് പറയാൻ പറ്റണം, അനുഗ്രഹിക്കപ്പെട്ട ഒരാഴ്ചയായിരുന്നു, വീക്കെൻഡായിരുന്നു. കാരണം ഞായറാഴ്ച ഞാൻ ചർച്ചിൽ പോയി എൻ്റെ ദൈവത്തെ എന്ത് ചെയ്തു. അങ്ങനെ ഞാനിപ്പോൾ പറഞ്ഞ ഒരു ക്രിസ്ത്യൻ ലാംഗ്വേജ്, ആ ലാംഗ്വേജ് പറയണ്ട. നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് പറയാൻ പറ്റും, വി ഹാഡ് എ ഗ്രേറ്റ് ടൈം ഇൻ ദ ചർച്ച്. വി ഹാഡ് എ ഗ്രേറ്റ് ടൈം. അപ്പോൾ അവിടുന്നാണ് എന്ത് തുടങ്ങുന്നത്? വിറ്റ്നസിങ്. അപ്പോൾ ഇന്ന് രാത്രിയിൽ ഈ 4 ആസ്പെക്ട്സിൽ ദേ വർ വെരി മച്ച് അഹെഡ്. ഒന്ന്, വർഷിപ്പ്. വാട്ട് ഈസ് വർഷിപ്പ്? In relation to their whatever their, അപ്പം അത്
അറിയണം, ആ വർഷിപ്പ് റിയൽ ആകണമെങ്കിൽ വാട്ട് ഈസ് നീഡഡ് ഈസ് വി നീഡ് ടു നോ ഹൂ അവർ ഗാഡ് ഈസ്. നമ്മുടെ ദൈവം ആരാണെന്ന് നമ്മൾ അറിയണം. രണ്ട്, ഫെലോഷിപ്പ്, കൂട്ടായ്മയുടെ വിഷയത്തിൽ അവർക്ക് എന്തുണ്ടായിരുന്നു? അവർക്കൊരു they had a very good experience. പിന്നെ ഞാൻ പറഞ്ഞ ലേണിംഗ്, ദൈവവചനം പഠിക്കുന്ന വിഷയത്തിൽ അവിടുന്നാണ് ആരംഭിക്കുന്നത്. സോ ലേണിംഗ് ദ വേർഡ് ഓഫ് ഗാഡ്, then fellowship, worshipping and praising God in prayer. അപ്പം നുറുക്കുന്ന breaking of the bread, and in prayer they continued that. And then they had an outreach experience. What is that outreach experience? They had an active witnessing experience in their life. ഇന്നത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ lot of people are witnessing to the people inside the church. നമ്മൾ വിറ്റ്നസ് ചെയ്യുന്ന ആരെയാണ്? നമ്മൾ നന്നാക്കാൻ നോക്കുന്ന ആരെയാണ്? പള്ളിയിൽ ഒരുത്തം വന്നാൽ അവനെ എങ്ങനെയെങ്കിലും നന്നാക്കാൻ ശ്രമിക്കുക. Praise God. നല്ല കാര്യമാണ്. I'm not saying it's wrong, but we should have an active witnessing experience outside in the world. അത് പ്രസംഗിക്കാനല്ല പറഞ്ഞത്. നമ്മളൊന്നും ചെയ്യണ്ട. നമ്മുടെ ഇടപാടുകൾ, നമ്മുടെ പ്രവർത്തികൾ, നമ്മുടേതായ ജീവിതശൈലി, നമ്മളോട് ഒരാൾ ചോദിക്കുമ്പോൾ നമ്മുടെ അതിന് ആദ്യമായിട്ട് സംഭവിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ അകത്തൊരു വലിയൊരു എന്തുണ്ടാകണം? ഈ കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് പറഞ്ഞു, ഈ മേലാൽ ഒരു പ്ലെയിനെ കയറത്തില്ലെന്ന് പറഞ്ഞു. മേലാൽ ഒരു പ്ലെയിനെ, ഒന്നല്ല 2 പേര് പറഞ്ഞു. ഇപ്പം ഞാൻ പറഞ്ഞപ്പോൾ 2 പേർക്കും മനസ്സിലായെന്ന് എനിക്കറിയാം. 2 പേരും എന്നോട് പറഞ്ഞൊരു പ്ലെയിൻ. ഞാൻ കഴിഞ്ഞ 3 പ്രാവശ്യമായിട്ട് ആ പ്ലെയിനല്ല പോകുന്നത്. എന്താ അങ്ങനെ പറയാൻ കാര്യം? എന്താ അങ്ങനെ പറയാൻ കാര്യം? അവരുടെ അനുഭവമാണ് അല്ലേ? ചിലപ്പോൾ ഫുഡ് ശരിയായി കാണത്തില്ല, നല്ല കുലുക്കം ഉണ്ടായി കാണും, ചിലപ്പോൾ പ്ലെയിൻ പഴയതായിരിക്കും, എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ അനുഭവം ഉണ്ടപ്പോൾ എന്താണ്? ലജ്ജ കൂടാതെ പറയുകയാണ് ഒത്തെ കയറല്ലെന്ന്. ഞാനും തിരിച്ചു വന്നിട്ട് ചിലരോടൊക്കെ അങ്ങ് പറഞ്ഞു, ലജ്ജ കൂടാതെ ഞാനും പറഞ്ഞു, ബോംബെന്ന് കയറുകയാണെങ്കിൽ ഇന്ന പ്ലെയിനെ കയറണം, അടിപൊളി പ്ലെയിനാണ്, പുതിയ പ്ലെയിനാണ് ഞാനും പറയുക. എത്ര പേരോട് പറഞ്ഞെന്നറിയാമോ? കഴിഞ്ഞ ഒരാഴ്ചയ്ക്കകം എത്ര പേരോട് പറഞ്ഞെന്നറിയാമോ? അതെൻ്റെ അനുഭവമാണ്. പക്ഷെ അപ്പം തന്നെ ഞാൻ പറഞ്ഞു, ഷിക്കാഗോ എന്നുള്ളത്തെ കയറല്ലെന്നും പറഞ്ഞു. അതും എൻ്റെ അനുഭവമാണ്. അപ്പോൾ അനുഭവം ഉള്ളവനെ സാക്ഷ്യം പറയത്തുള്ളൂ. അനുഭവം ഉള്ളവൻ സാക്ഷ്യം പറയും. ചരിത്രത്തെ ചരിത്രം കൊണ്ട് വെട്ടാം, അനുഭവത്തെ ഒന്നും കൊണ്ടും വെട്ടാൻ പറ്റത്തില്ല. നിങ്ങളിനി എന്തോ പറഞ്ഞെന്ന് പറഞ്ഞാലും ഞാൻ പറയും, ബോംബെയിൽ നിന്ന് ന്യൂയോർക്കിലോട്ടുള്ള പ്ലെയിൻ അതെൻ്റെ അനുഭവമാണ്. പലരും എന്നോട് പറഞ്ഞു, ബോംബെ എയർപോർട്ട് എന്ന് പറഞ്ഞാൽ മഹാമോശമാണ്, ഇതാ. ശരിയായിരിക്കാം. പക്ഷേ എൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ വളരെ നല്ലതായിരുന്നു, വളരെ നല്ലതായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ആരെങ്കിലും എന്നോട് പറയാം ബോംബെ കൂടെ പോകുന്നത്, ഞാൻ അവരെ പേടിപ്പിക്കത്തൊന്നുമില്ല. ഞാൻ ബോംബെ കൂടെ പോകുന്ന പറഞ്ഞപ്പോൾ പലരും എന്നെ പേടിപ്പിച്ചു. അയ്യോ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അവിടെ, അതാണ് ഇതാണ് മാടെ അതൊക്കെ പറഞ്ഞു. പക്ഷേ എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയുന്നു, അങ്ങനെ കുഴപ്പമില്ല. ഇനി നാളെ പോയ അനുഭവം മാറിയാൽ ഞാൻ എന്തു ചെയ്യും? അപ്പോൾ ഈ നമ്മുടെ അനുഭവമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രസ്താവിക്കുന്നത്. ലജ്ജ കൂടാതെ എന്തു ചെയ്യും? നമ്മൾ പ്രസ്താവിക്കും അല്ലേ? പക്ഷെ അനുഭവം ഇല്ലെങ്കിലോ? നിങ്ങൾ ആരെങ്കിലും എൻ്റെ അടുക്ക വെറുതെ ഇപ്പോൾ ഇതുവരെ ബോംബെയിൽ നിന്ന് ന്യൂയോർക്കിന് പോകാത്ത ആരെങ്കിലും എൻ്റെ അടുക്ക വന്ന് പറയാം ബോംബെയിൽ നിന്ന് ന്യൂയോർക്കിന് വന്ന പ്ലെയിൻ നല്ലതാണെന്ന്. ഇനി പറഞ്ഞാൽ പോലും, നിങ്ങൾ എന്ന് പറഞ്ഞാൽ പോലും നിങ്ങൾ എന്താ പറയും? പാസ്റ്റർ പറഞ്ഞായിരുന്നു നല്ലതാണെന്ന്. അതിൻ്റെ അകത്ത് വലിയ കാര്യമൊന്നും, പാസ്റ്റർ പറഞ്ഞു നല്ലതാണെന്ന് പറഞ്ഞ് ചിലപ്പോൾ നല്ലതായിരിക്കും. പലപ്പോഴും ക്രിസ്തുവിനെ പറ്റി നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത് അങ്ങനെ, ആരാണ്ട് പറഞ്ഞ രീതിയിൽ, അതിൻ്റെ ആ ഒരു ഉന്മേഷത്തിൽ. അങ്ങനല്ല. നമുക്ക് വേണ്ടി തൻ്റെ പ്രാണൻ, നമ്മുടെ കാൺമീന്ന ദൈവമക്കളെന്ന് വിളിക്കപ്പെടാൻ പിതാവ് നമ്മളോട് എത്ര വലിയ സ്നേഹം കാണിച്ചു. കൂട്ടായ്മയിൽ ദൈവം നമ്മളെ കൊണ്ടുവന്നു. ആ യേശുവിനോടുള്ള സ്നേഹം നമ്മുടെ ഉള്ളിലെന്നും ഉണ്ടായിരിക്കണം. ആ സ്നേഹത്തിൻ്റെ മുമ്പിൽ നമ്മളെ തോൽപ്പിക്കുവാൻ കഴിയുന്ന വേറെ ഒന്നും കാണരുത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ വെൻ വി ആർ കംപ്ലീറ്റ്ലി ഡിവോട്ടഡ് ടു ജീസസ് ഇൻ അവർ ലൈഫ്, ദാറ്റ് ഈസ് ഗോയിങ് ടു ബി ദ തീം ഓഫ് അവർ മ്യൂസിക്. നമ്മുടെ പാട്ടിൻ്റെ തീമായിരിക്കും എന്ത്? ക്രിസ്തു. അപ്പോൾ അത് എങ്ങനെ പോയാലും അതെന്ത് ചെയ്യും? നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും.
ഡൽഹിയിൽ, അതും കൂടെ പറഞ്ഞിരുന്നു, ഡൽഹിയിൽ രണ്ട് സ്ഥലങ്ങളുണ്ടായിരുന്നു. രണ്ട് സ്ഥലങ്ങൾ, രണ്ടല്ല ഒത്തിരി സ്ഥലങ്ങളുണ്ട്. ഒരു പ്രത്യേക സ്ഥലമുണ്ട്, വേറൊരു സ്ഥലമുണ്ട്. ഒരു പ്രത്യേക സ്ഥലമുണ്ട്, അത് തന്നെ ഓർത്തു. ആ സ്ഥലത്ത് കൂടെ പാസ് ചെയ്തിട്ട് ഒരാൾ വന്നാൽ, നമ്മുടെ ഇപ്പോൾ ചർച്ചിലോ അല്ല എവിടെയെങ്കിലും ഒരാൾ വന്നാൽ ഉടനെ ചോദിക്കും, ആ സ്ഥലത്തൂടാണോ വന്നതെന്ന് ചോദിക്കും. 100% അത് കറക്റ്റായിരിക്കും. അതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല, ആ കാലത്ത്, ഇപ്പം എനിക്കറിയത്തില്ല, ആ കാലത്ത് മുഴുവൻ വേസ്റ്റ് കൊണ്ട് ഡംപ് ചെയ്യുന്ന ഒരു സ്ഥലമായിരുന്നത്. അതൊരു ഹൈവേയുടെ അടുക്കലുമാണ്. അവിടെ ഇറങ്ങി ഒരു ബസ് സ്റ്റോപ്പൊക്കെ ഉണ്ട്. അവിടെയൊക്കെ നിന്നാൽ അത് ഭയങ്കര, അതറിയാനുണ്ട്. പണ്ടൊരാൾ ദൂരെ നിന്ന് യാത്ര ചെയ്ത് വരുമ്പോൾ ഒരു അടയാളം പറഞ്ഞു കൊടുത്തത് ഇങ്ങനെയാണ്: ഒരു സ്ഥലത്ത് വരുമ്പോൾ പ്രത്യേകമായിട്ട് സ്മെല്ല് വരും, അവിടെ നിന്ന് റൈറ്റ് എടുത്തോണ്ട് വന്നു. അപ്പം അവിടെ പോയി കുറച്ച് നേരം നിന്നിട്ട്, കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് കറങ്ങിയിട്ട് പിന്നെ പോയാൽ എന്ത് സംഭവിക്കും? എന്തു ചെയ്യും? വരും. അപ്പോൾ എന്താണ് പലപ്പോഴും മറ്റുള്ളവർ ക്രിസ്തുവിൻ്റെ സൗരഭ്യവാ നമ്മളിൽ നിന്ന് സ്മെല്ല് ചെയ്യാത്തത്? ഫ്രാഗ്രൻസ്, അറോമ ഓഫ് ക്രൈസ്റ്റ്. യു ആർ ആൻ അറോമ ഓഫ് ക്രൈസ്റ്റ് ബിക്കോസ് വി ആർ നോട്ട് സ്പെൻഡിങ് ഇനഫ് ടൈം ഇൻ ഹിസ് പ്രസൻസ്. അവൻ്റെ സന്നിധിയിൽ, അവൻ്റെ സാന്നിധ്യത്തിൻ്റെ മറവിൽ നമ്മൾ അധികം സമയം സ്പെൻഡ് ചെയ്താൽ നമ്മൾ ചെല്ലുന്നിടത്തൊക്കെ ആ അറോമ എന്ത് ചെയ്യും? സ്പ്രെഡാകും. ഇറ്റ് വിൽ സ്പ്രെഡ് ബിക്കോസ് ഇറ്റ് വിൽ ബി എവിഡൻറ്റ് ഇൻ അവർ ലൈഫ്. അത് നമ്മുടെ ജീവിതത്തിൽ എവിഡൻ്റ് ആയിട്ടിരിക്കും. ഇങ്ങനെ മുമ്പോട്ട് പോയ ഉണ്ടായിരുന്ന 4 കാര്യം, ഞാൻ 4 കാര്യം ഓൾറെഡി പറഞ്ഞു. അതിൻ്റെ ഔട്ട്കമും കൂടെ പറഞ്ഞിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒന്നാമത് അവിടെ പറയുന്നു, സൈൻസ് ആൻഡ് വണ്ടേഴ്സ് വർ ഹാപ്പനിങ് ത്രൂ ദി അപ്പോസ്റ്റൽസ്. പ്രാർത്ഥിക്കുന്ന സഭ, കൂട്ടായ്മ ആചരിക്കുന്ന സഭ, ആക്റ്റീവ് വിറ്റ്നസിംഗ് ഉള്ള സഭ, അപ്പോൾ തന്നെ വചനം പഠിക്കുന്ന സഭ, ആ സഭയിൽ കൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. 2, they were joyful and they had a sincere heart. അവർക്ക് സന്തോഷം കൊണ്ട് നിറഞ്ഞ ഒരു ഹൃദയം. 3 അവിടെ പറഞ്ഞത് ഫേവർ ഓഫ് പീപ്പിൾ. ജനത്തിൻ്റെ ഫേവർ അവരുടെ മേലുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ഫേവർ ഉള്ളപ്പോൾ ജനത്തിൻ്റെ ഫേവറും ദൈവം നൽകും. 4, they were growing in number. അവർ സംഖ്യയിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. they were increasing in number. they were growing in number. this evening, hallelujah, കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവം ആരാണെന്ന് മനസ്സിലാക്കി അവനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി ആ കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു ഹല്ലേലൂയ ദൈവത്തിന് മഹത്വം കൊടുത്ത് കൂട്ടായ്മ ആചരിച്ച് മുന്നേറുന്ന നമ്മളിൽ കൂടെ ക്രിസ്തുവിൻ്റെ അരോമ സ്പ്രെഡ് ആകട്ടെ. ലെറ്റ് us be the aroma of Christ. നമ്മളെ എവിടൊക്കെ നമ്മളെ കൊണ്ടുവന്ന് അവിടെയൊക്കെ നമ്മളൊരു ആക്റ്റീവ് വിറ്റ്നസ് ആകുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. So children, I want to leave you with this challenge. If not today, in a month or so or 2 months, all your friends should know that you are a follower of Jesus. How can that happen? How is that possible? Is that possible even? How is that possible? Anybody? Yeah. പിള്ളേരെല്ലാം അങ്ങ് മീഡിയയിൽ പോയല്ലോ. Is it possible or not? Is it possible? Yes. How is it possible? How is it possible? When we love Jesus and we follow Jesus, നമ്മൾ കർത്താവിനെ സ്നേഹിച്ച് കർത്താവിൻ്റെ പിന്നാലെ അവനെ പിൻപറ്റി നടക്കുമ്പോൾ, നമ്മൾ അവൻ്റെ സാന്നിധ്യത്തിലിരിക്കുമ്പോൾ, അവൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുമ്പോൾ, നമ്മൾ പോകുന്നിടത്തൊക്കെ നമ്മൾ ക്രിസ്തുവിൻ്റെ we will be spreading the aroma of Christ. കർത്താവ് അതിനായി നമ്മളെ സഹായിക്കട്ടെ. കാലമേറെയില്ല. നമുക്ക് ദൈവം തന്നിരിക്കുന്ന സമയങ്ങളും കാലഘട്ടങ്ങളും യേശുവിനെ സ്നേഹിച്ചുകൊണ്ട് മുന്നേറുവാൻ കർത്താവ് സഹായിക്കട്ടെ. കണ്ണുകളടയ്ക്കാം. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടച്ചാട്ട് ഹല്ലേലൂയ. നമ്മൾ ഒരു പാട്ടിൻ്റെ ചില ലൈൻസ് മാത്രം പാടിയിട്ട് ഇന്ന് രാത്രി നാം പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ലെറ്റ് us all surrender ourselves. നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. നമ്മളെവിടെയെങ്കിലും നമ്മുടെ ലൈഫിൽ കുറവ് വന്നിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ ഇന്ന് രാത്രിയിൽ മെസ്സേജ് സ്റ്റാർട്ട് ചെയ്തപ്പോഴേ ഞാൻ പറഞ്ഞു, നിങ്ങളാർക്കും കുറവുള്ളതുകൊണ്ടൊന്ന് തോന്നിയെന്നൊന്നുമല്ല. പക്ഷേ നമ്മുടെ ലൈഫിൽ എവിടെയെങ്കിലും to learn the word of God, ദൈവവചനം പഠിക്കുന്ന വിഷയത്തിൽ, ഹല്ലേലൂയ, ദൈവത്തെ സ്തുതിക്കുന്ന വിഷയത്തിൽ, ആ കർത്താവിൻ്റെ സന്നിധിയിൽ ആരാധിക്കുന്ന മഹത്വപ്പെടുത്തുന്ന വിഷയത്തിൽ, അതുപോലെ ഏതെങ്കിലും വിഷയത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് കുറവ് വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം ദൈവസന്നിധിയിലേക്ക് ഒന്ന് ഏൽപ്പിക്കാം. ഹല്ലേലൂയ. കൂട്ടായ്മ ആചരിക്കുന്ന വിഷയത്തിൽ നമുക്ക് മടുപ്പ് വരരുത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ വിറ്റ്നസിങ്, ആക്റ്റീവ് വിറ്റ്നസിങ്, പ്രാർത്ഥനയുടെ വിഷയത്തിൽ മടുപ്പ് വരരുത്. പ്രാർത്ഥനയുടെ വിഷയത്തിൽ മടുപ്പ് വരരുത്. 1-ാം നൂറ്റാണ്ടിലെ സഭയുടെ ഒരു തീ
തീമായിരുന്നു, അല്ലെങ്കിൽ കീ വിഷയമായിരുന്നു. അവർ പ്രാർത്ഥിച്ചു, പ്രതിസന്ധികളെ പ്രാർത്ഥന കൊണ്ട് നേരിട്ടു. ഹല്ലേലൂയ. ഏത് നേരത്തും അവർ പ്രാർത്ഥിക്കുന്നവരായിരുന്നു. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ അല്ലെങ്കിൽ 1-ാം അധ്യായത്തിൽ അവർ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കൂടി വന്നു. അവരെ ത്രട്ടൻ ചെയ്തപ്പോൾ അവർ പ്രാർത്ഥിച്ചു. പത്രോസ് കാരാഗൃഹത്തിലായിരുന്നപ്പോൾ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. അന്ത്യോക്യ സഭ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം ആ സഭയ്ക്കുണ്ടായിരുന്നു. ഇന്ന് രാത്രിയിൽ നമ്മുടെ പ്രാർത്ഥനയിൽ കുറവ് വരാതെ ദൈവകരങ്ങളിലേക്കൊന്ന് സമർപ്പിക്കാം. ഹല്ലേലൂയ. ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നവർക്ക് എഴുന്നേറ്റ് നിന്ന് കർത്താവിനോട് പറയാം, കർത്താവേ, ഹല്ലേലൂയ, അങ്ങേ സ്നേഹിപ്പാൻ എനിക്ക് കൃപ നൽകണമേ. എൻ്റെ ഉള്ളിൽ നിന്ന് സ്നേഹം മാറിപ്പോകരുതേ. എൻ്റെ ഉള്ളിൽ നിന്ന് സ്നേഹം മാറിപ്പോകരുതേ. കർത്താവെ, അങ്ങേ സ്നേഹിക്കുവാൻ എന്നെ അറിയുന്നവർ അറിയട്ടെ ഞാൻ യേശുവിനെ സേവിക്കുന്ന വ്യക്തിയാണെന്ന്. എന്നെ അറിയുന്നവർ അറിയട്ടെ ഞാൻ യേശുവിൻ്റെ പൈതലാണെന്ന് അറിയട്ടെ. ഞാൻ പറയട്ടെ, നമ്മളൊരു ആക്റ്റീവ് വിറ്റ്നസ്സസ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഉദ്ദേശത്തിൽ നാം വളരെ അകന്ന് ഇരിക്കുന്ന ഒരു അനുഭവമാണ്. ബിക്കോസ് ഗോഡ് ഹാസ് കോൾഡ് us to be a light in this world. ലോകത്തിൻ്റെ വെളിച്ചമാകുവാനാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ഒരു നിമിഷം നമ്മളെ തന്നെ ഒന്ന് സമർപ്പിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നപ്പനേ, നിൻ പൊന്നു പാദത്തിൽ ഞാൻ എന്താകുന്നുവോ അതായി തന്നെ ഞാൻ. എന്നപ്പനേ, നിൻ പൊന്നു പാദത്തിൽ ഞാൻ എന്താകുന്നുവോ അതായി തന്നെ ഞാൻ. എന്നെ മുറ്റും മുറ്റും നൽകുന്നേ, എന്നെ മുറ്റും മുറ്റും നൽകുന്നേ. എന്നെ നന്നായി അറിയുന്നോനേ, എന്നെ നന്നായി മെനയുന്നോനേ, എന്നെ നന്നായി അറിയുന്നോനേ, എന്നെ നന്നായി മെനയുന്നോനേ. കുറവുകൾ മാറ്റും എന്നുടമസ്ഥനെ, വില നൽകിയ എൻ യജമാനനെ. കുറവുകൾ മാറ്റും എന്നുടമസ്ഥനെ, വില നൽകിയ എൻ യജമാനനെ. എന്നപ്പനേ, നിൻ പൊന്നു പാദത്തിൽ ഞാൻ എന്താ. എന്നപ്പനേ, ഞാൻ എന്താകുന്നുവോ എന്നെ മുറ്റും മുറ്റും നൽകുന്നേ, എന്നെ